കർത്താവിൻ്റെ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, കർത്താവിന് സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ, എല്ലാവർക്കും വീണ്ടും വരുന്നവനായിരിക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സ്വാഗത കർത്താവ് പറഞ്ഞ നല്ല വാക്കുകൾക്ക് അദ്ദേഹത്തോട് നന്ദിയുണ്ട്. പരിചയപ്പെടുത്തിയതിൽ സന്തോഷം, നിങ്ങളെ പരിചയപ്പെടാനിടയായതിൽ സന്തോഷം. പാടി ഇടവകയിൽ നിന്ന് ചിലരൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ ഇടവകയിൽ കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു കൺവെൻഷൻ കൊണ്ട് പ്രസംഗിച്ചിട്ടുണ്ട്. എനിക്ക് പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു. വന്നിട്ടുണ്ടോ? ഇവിടെയുണ്ട് മണക്കാല. എൻ്റെ പണ്ടത്തെ ഗായകസംഘത്തിലൊക്കെ പാടിയിട്ടുള്ള ആളാണ്. അവരുടെ വീട്ടിൽ അച്ഛനെയൊക്കെ എനിക്കറിയാം, നല്ല പരിചയമാണ്. വീട്ടിൽ പോയിട്ടുണ്ട്, അമ്മയെ അറിയാം. അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം എനിക്ക് അതൊന്ന് കഴിക്കാനൊക്കെ തന്നതാണ്, എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ഒരാളെങ്കിലും എന്നെ ഇപ്പോൾ രണ്ടുപേരായി എന്നെ പരിചയമുണ്ട്. ഒന്ന് എൻ്റെ നാട്ടുകാരത്തി പാട്ടുകാരി മുന്നിരിക്കുന്നു, പിന്നെ ഇപ്പോൾ എൻ്റെ കൂടെ യുവനസഖ്യത്തിലൊക്കെ ഉണ്ടായിരുന്ന മിനിയില്ലേ, മിനി. സന്തോഷമുണ്ട്. പേര് ഞാൻ മറന്നുപോയി. ഞാൻ അച്ഛനോട് ചോദിച്ചാൽ പേരെടുത്തത്. അപ്പോൾ അത് വിചാരിക്കരുത്, ഞാൻ മനസ്സിൽ ഓർത്തു വെച്ചിരിക്കുന്നത് മറന്നുപോയായിരുന്നു. സ്തോത്രം. അവിടെ കൊറ്റനല്ലൂർ ശാലയം പള്ളിയിൽ നല്ല ലീഡർഷിപ്പ് നൽകുന്ന ഒരു കുടുംബമാണ് പ്രിയ മിനിയുടെ കുടുംബം. അതെനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ നമ്മുടെ ഈ സ്ഥലത്തുണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നലെ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് ദൈവം അവസരം തന്നത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളെ അധികരിച്ചാണ്. എന്താണ് വിശ്വാസം എന്നതുകൊണ്ട് കർത്താവ് ആഗ്രഹിച്ചത് ശിഷ്യന്മാർ ഗ്രഹിക്കാൻ 4 ചിന്തകൾ പറയാൻ ശ്രമിച്ചു. ഞാൻ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞത് വാട്ട് ഡസ് ഇറ്റ് മീൻ? അതിന്റെ അർത്ഥം എന്തായിരിക്കും? ഒന്ന്, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ വിശ്വസിക്കുക, ഫെയ്ത്ത് ഇൻ ദി പ്രസൻസ് ഓഫ് ദി ലോർഡ്. 2, ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുക, ഫെയ്ത്ത് ഇൻ ദി പവർ ഓഫ് ദി ലോർഡ്. 3, ദൈവത്തിന്റെ കരുതലിലുള്ള വിശ്വാസം, ഫെയ്ത്ത് ഇൻ ദി പ്രൊവിഡൻസ് ഓഫ് ദി ലോർഡ്. 4, അവന്റെ വാഗ്ദത്തത്തിലുള്ള വിശ്വാസം, ഫെയ്ത്ത് ഇൻ ദി പ്രോമിസ് ഓഫ് ദി ലോർഡ്. ആ 4 ചിന്തകളാണ് നാം ഒരുമിച്ച് പങ്കുവയ്ക്കാനായിട്ട്. മനുഷ്യ ജീവിതം സുസ്ഥിരമാകുന്നത് വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. നമ്മുടെയൊക്കെ ജീവിതം ഭംഗിയായി മുന്നോട്ട് പോകുന്നത് അത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായതുകൊണ്ടാണ്. അങ്ങനെ വിശ്വസിച്ച് ലോകത്തിൽ ജീവിതയാത്ര നയിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് വിശ്വാസത്തിന്റെ പ്രായോഗികമായിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞങ്ങളുടെ നാട്ടുകാരി 3ാമത് പാടിയ പാട്ട് എന്തായിരുന്നു? കർത്താവിൽ എന്നും എൻ്റെ ആശ്രയം. ഇന്ന് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് വിശ്വാസത്തിന്റെ ജീവിതം കൊണ്ടുള്ള വ്യാഖ്യാനം എന്താണ്? അതിന്റെ പേരാണ് ആശ്രയം. ട്രസ്റ്റ് ഇൻ ദി ലോർഡ്, ആശ്രയിക്കുക. ഫെയ്ത്തും ട്രസ്റ്റും ഒന്നല്ല, രണ്ടും രണ്ടാണ്. അത് ഞാൻ വിശദീകരിച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും. അതിനാണ് 84-ാം സങ്കീർത്തനം വായിച്ചത്. പുസ്തകം തുറക്കണ്ടായിരുന്നു. 84-ാം സങ്കീർത്തനത്തിന്റെ 12-ാം വാക്യം. ദൈവത്തിന്റെ കരുണ നമ്മുടെ ആളുകൾക്ക് നല്ല ഓർമ്മ. ഇപ്പൊ പറഞ്ഞപ്പോയി പറയുന്നുണ്ടെന്നേ പറയണം. നല്ല സമ്മാനം കിട്ടുന്നു, അല്ലെ കിട്ടുകയില്ല. സമയവും പോയി, സമ്മാനവും പോയി. 84-ന്റെ 12 സൈന്യങ്ങളുടെ യഹോവയെ ഇതിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ പ്രാർത്ഥിക്കാം. ഭക്തനിൽ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തരിൽ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? സ്വർഗപിതാവിന്റെ ദിവ്യ ഭണ്ഡാരത്തെ സ്വന്തമായി കണ്ടുതൻ യാത്ര ചെയ്തിടുന്ന ഭക്തരിൽ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തരിൽ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? സ്വർഗീയ പിതാവാം ദൈവമേ, സാഹചര്യങ്ങൾ അനുകൂലമാക്കി ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങളെ കൂട്ടി വരുത്തിയതിനാൽ തിരുമേനി സ്തുതിക്കുന്നു. ഞങ്ങൾ കൂടി വന്നതല്ല, അവിടുന്ന് ഞങ്ങളെ കൂട്ടി വരുത്തിയതാണ്. ആയുസ്സിൽ ഇങ്ങനെ ഒരു അവസരം അവിടുന്ന് സമ്മാനിച്ചത് ഞങ്ങളെ കുറിച്ചുള്ള ദിവ്യ ഉദ്ദേശത്തിന്റെ ഭാഗമാണെന്ന് ഞങ്ങൾ കരുതുന്നു. ദിവ്യ പദ്ധതിയുടെ ഭാഗമാണെന്ന് കരുതുന്നു. തിരുസന്നിധിയിൽ തിരുശബ്ദം കേൾക്കാൻ തിരുവചനത്തിൽ കൂടെ തിരുവചനത്തിന് ചുറ്റിൽ ഞങ്ങൾ ഒരുമിച്ച് വന്നിരിക്കുന്ന കർത്താവെ, കൂട്ടിവരുത്തിയ നാഥൻ ഇന്ന് ഞങ്ങളുടെ നടുവിൽ സന്നിഹിതനായിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ നടുവിലൂടെ അങ്ങ് ഉലാവുന്നതിനാൽ സ്തോത്രം.
ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും വ്യക്തിപരമായി അങ്ങേക്ക് അറിയാം. ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയാം, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ അറിയാം, ഞങ്ങളുടെ താല്പര്യങ്ങൾ അറിയാം, ഞങ്ങളുടെ വിജയം അറിയാം, ഞങ്ങളുടെ പരാജയം അറിയാം, ഞങ്ങളുടെ ഇന്നുകൾ അറിയാം, ഞങ്ങളുടെ ഇന്നലുകൾ അറിയാം, ഞങ്ങളുടെ നാളുകൾ നീ അറിയുന്നല്ലോ. സ്തോത്രം. അങ്ങനെയുള്ള ഒരു പ്രിയന്റെ സന്നിധിയിലാണ് ഞങ്ങൾ ഇരിക്കുന്ന ബോധ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും തരണേ. വായിച്ച തിരുവചന ഭാഗം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുവാൻ പൊരുതിരിപ്പാൻ ഏഴെ ശക്തിപ്പെടുത്തേണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനത്തെ വചനം കൊണ്ട് ശുശ്രൂഷിപ്പാനുള്ള കരുത്ത് ഏഴയ്ക്ക് നൽകണമേ. പറയേണ്ടത് പറയാനുള്ള ധൈര്യം തരയണമേ. പറയരുതാത്തത് പറയാതിരിക്കാനുള്ള വിവേകം തരണമേ. എല്ലാം അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനാക്കി നിർത്താട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന ദയുണ്ടായി കേൾക്കണമേ. ആമേൻ. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. ഒന്നാമത്തെ വാക്യാണ്. അതിന്റെ 12ാമത്തെ വാക്യം വായിക്കുമ്പോൾ, സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ പുസ്തകത്തിൽ 3 സങ്കീർത്തനങ്ങൾ, 150 സങ്കീർത്തനങ്ങളുള്ളതിൽ 3 സങ്കീർത്തനങ്ങൾ ഗദ്യരാഗത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ മുകളിലത്തെ ടൈറ്റിൽ നോക്കിയാൽ സംഗീത പ്രമാണിക്ക് ഗദ്യരാഗത്തിൽ കോരപുത്രന്മാരുടെ ഒരു സങ്കീർത്തനം. 3 സങ്കീർത്തനങ്ങളാണ് ഗദ്യരാഗത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. 1 8ാം സങ്കീർത്തനം ദാവീദും, 2 81ാം സങ്കീർത്തനം ആസാഫും, 3 84ാം സങ്കീർത്തനം കോരപുത്രന്മാരുമാണ് ആലപിച്ചിരിക്കുന്നത്. സംഗീത പ്രമാണി, സംഗീതത്തിന്റെ ചുമതല വഹിക്കുന്ന ദൈവാലയത്തിലെ ചീഫ് മ്യൂസിഷ്യന് സ്ക്രിപ്റ്റ് എഴുതിയ ശേഷം ഫുട്നോട്ട് ഇട്ട് കൊടുത്തയക്കുന്നതാണ്. ഇത് ഈ രാഗത്തിൽ പാടണം. രാഗങ്ങൾക്ക് പ്രത്യേകമായ അർത്ഥതലങ്ങളുണ്ട്. ഈ സങ്കീർത്തനത്തിൽ മനോഹരമായ ഒത്തിരി രാഗങ്ങളെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അത് ഈ സങ്കീർത്തനവുമായി അതിൽ വർണ്ണിച്ചിരിക്കുന്ന സ്ക്രിപ്റ്റുമായിട്ട് അഭേദ്യമായിരിക്കുന്ന ബന്ധമുള്ളതാണ്. അത് ആ രാഗത്തിൽ പാടുമ്പോഴാണ് അത് അർത്ഥവത്തായിത്തീരുന്നത്. ഞാൻ കുട്ടനാട്ടുകാരനാണ്. കുട്ടനാട്ടുകാരായ ഞങ്ങൾക്ക് കൊയ്ത്ത് കാലത്ത് പാടുന്ന പാട്ടിന്റെ രാഗം അറിയാം. പിന്നെ ഞാറ് നടുമ്പോൾ പാടുന്ന രാഗം എല്ലാം പറഞ്ഞിട്ടുണ്ടോ? ഞാറ് നടുമ്പോൾ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ പാടത്ത് നിന്ന് പാടുന്ന പാട്ടുണ്ട്. നല്ല രസം അത് കേൾക്കാനായിട്ട്. അത് അന്നേരം അവർക്കൊരു പ്രത്യേക ഊർജ്ജം ലഭിക്കും. അത് ആ സമയത്തെ പാടത്തുള്ളൂ. നല്ല പ്രത്യേക രാഗമാണ്. ഇതുപോലെ ഈ ഗദ്യരാഗം, അതിന്റെ രാഗത്തിന്റെ വർണ്ണന നമുക്ക് മനസ്സിലാകത്തക്ക തരത്തിൽ സ്കോഫീൽഡ് ബൈബിൾ അതിനൊരു ഫുട്നോട്ട് കൊടുത്തിട്ടുണ്ട്. വൈൻ പ്രസ് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് സ്കോഫീൽഡ് ബൈബിളിൽ. ഞാൻ ഈ കഴിഞ്ഞ സമയത്താണ് എന്റെ പഴയ സ്കോഫീൽഡ് ബൈബിളുണ്ട്, അത് റെഫർ ചെയ്തപ്പോൾ എന്റെ മേളിലിട്ടുണ്ട് വൈൻ പ്രസ്. അതായത് പലസ്തീൻ നാട്ടിൽ മുന്തിരി പഴുക്കുന്ന കാലത്ത് മുന്തിരിയിൽ നിന്ന് ദ്രാക്ഷരസം എടുക്കുന്നതിന് വേണ്ടി ഈ മുന്തിരി വയലിന്റെ വിവിധ കോണുകളിൽ മരച്ചക്കുകൾ സ്ഥാപിച്ചിട്ട് സുന്ദരമായി നയനമനോഹരമായ മധുരമുള്ള ഏറ്റവും സുന്ദരമായിരിക്കുന്ന ഈ മുന്തിരിക്കുലകൾ ഇറുത്തെടുത്ത് ഈ മുന്തിരി ചക്കിലോട്ടിടും. എന്നിട്ട് അതിനെ കഴുതയോ കാളയോ കൊണ്ട് ഇങ്ങനെ ചുറ്റും കറപ്പിക്കും. കറങ്ങി ഈ ഇട്ടതായിരിക്കുന്ന മുന്തിരി തകർന്ന് ഞെരിഞ്ഞ് അമർന്ന് ഉടഞ്ഞ് രൂപഭാവങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഒഴുകി വരുന്ന ദ്രാക്ഷരസം, അത് സന്തോഷത്തിന്റെ രസമാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞ്, സന്തോഷത്തിന്റെ പേരാണ് വീഞ്ഞ് എന്നതുകൊണ്ട് പരാമർശിക്കുന്നത്. അങ്ങനെ ഒഴുകി വരുന്ന മനോഹരമായിരിക്കുന്ന ഒന്ന് ദ്രാക്ഷരസം. ദ്രാക്ഷരസം കളക്ട് ചെയ്യുവാൻ മുന്തിരി തോട്ടത്തിന്റെ ഉടമകൾ വിവിധ കോണുകളിൽ ചക്ക ഇട്ടിട്ട് ഇപ്രകാരം ദ്രാക്ഷരസം കളക്ട് ചെയ്യും. അങ്ങനെ ദ്രാക്ഷരസം കളക്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ അവർ ചുറ്റും നിന്നുകൊണ്ട് താളശ്രുതി മേളലയങ്ങളോടുകൂടെ പാടുന്ന ഒരു രാഗമാണ് ഗദ്യരാഗം. നല്ല മനോഹരമായി മുന്തിരി കുലയിൽ വിളഞ്ഞു കിടക്കുകയാണ്. പഴുത്തതാണ്, നയനസുന്ദരമാണ്, അത് പഴുത്തതാണ്, ആസ്വാദ്യകരമാണ്. എന്നാൽ ആ കിടക്കുന്നതിനെ ഇറുത്തെടുത്ത് ചക്കിനകത്തോട്ടിടുമ്പോൾ അത് രൂപഭാവ വ്യത്യാസം ഉണ്ടാകും. തകർന്ന് ഉടഞ്ഞ് എരിഞ്ഞ് അമർന്ന് രൂപഭാവങ്ങൾ വ്യത്യാസമിടും. പക്ഷേ ഒഴുകി വരുന്നതാകട്ടെ എന്താണ്? ആനന്ദത്തിന്റെ, സന്തോഷത്തിന്റെ രസമാണ്. ഇതൊരു ദൈവഭക്തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. നമുക്ക് വിശദീകരിക്കാനാവാത്തതായിരിക്കുന്ന ജീവിതത്തിന്റെ നിർണായക അനുഭവങ്ങൾ കൂടെ നമ്മൾ പോയേക്കാം. അപ്രതീക്ഷിതമായി നാം സംഭവിക്കരുതെന്ന് വിശ്വസിക്കുന്നവ പ്രതീക്ഷിക്കുന്നത് സംഭവിച്ചേക്കാം. സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് സംഭവിക്കാതെ പോയേക്കാം.
സംഭവിക്കരുതെന്ന് ആഗ്രഹിക്കുന്നത് സംഭവിച്ചേക്കാം. വ്യത്യസ്തങ്ങളായ വൈരുദ്ധ്യങ്ങളായ ജീവിത അനുഭവങ്ങളിൽ കൂടെ പോകേണ്ടി വന്നേക്കാം ഒരു ഭക്തൻ. അപ്പോഴൊക്കെ അവന്റെ ഹൃദയത്തിനകത്തുനിന്ന് ഒഴുകി വരേണ്ടത് ആനന്ദത്തിന്റെ ഈരടികളായിരിക്കണം, ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും ഈരടികളായിരിക്കണം. ഒരു ഭക്തന്റെ ഭക്തിയുടെ പാരമ്യത്തെ അളക്കുന്നത് ഇത്യാദി ജീവിതത്തിന്റെ സന്ദർഭങ്ങളിലാണ്. ഗദ്യരാഗം പാടി വിശുദ്ധന്മാർ മാർത്തോമാ സഭയ്ക്കുണ്ട്. ഭക്തനായ കൊച്ചുഞ്ഞുമതിശി ഗദ്യരാഗം പാടിയ ആളാണ്. ദോഷമായിട്ടൊന്നും എന്നോട് എന്റെ താതൻ ചെയ്യുകയില്ല എന്ന് പാടിയത് തന്റെ ജീവിതത്തിൽ ഒരിക്കലും ഭവിക്കരുതെന്ന് ആഗ്രഹിച്ച സംഭവം ഉണ്ടായപ്പോഴാണ്. രണ്ടാമത്തെ മകൻ ശമുവേൽകുട്ടി മരിച്ചു കിടക്കുമ്പോൾ പ്രജ്ഞയ്ക്ക് കിടക്കുന്ന തന്റെ പൊന്നോമന പുത്രന്റെ മുഖത്തോട്ട് നോക്കിക്കൊണ്ട് വിശുദ്ധനായ ഭക്തനായ മനുഷ്യൻ പാടുകയാണ്, ദോഷമായിട്ടൊന്നും എന്നോട് എന്റെ താതൻ ചെയ്യുകയില്ല എന്ന്. അത് പാടാൻ തക്കവണ്ണം സാധിക്കുന്നത് ഭക്തിയുടെ ആഴമാണ്, ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്, ദൈവത്തിലുള്ള ആശ്രയത്തിന്റെ നിദർശനമാണ്. ഇത് പാടാൻ തക്കവണ്ണം നമ്മുടെ കൊച്ചു ജീവിതം പാകപ്പെട്ടിട്ടുണ്ടോ സഹോദരി സഹോദര? ഇന്ന് പകൽ ആലയത്തിൽ ഇരുന്നുകൊണ്ട് ധ്യാനിക്കേണ്ടത് ആവശ്യമാണ്. ക്രിസ്ത്യൻ ഫെയ്ത്തിന്റെ മെച്ചൂരിറ്റി എന്ന് പറയുന്നത് ഇതാണ്. ജീവിതത്തിൽ എല്ലാം അനുകൂലമാകുമ്പോൾ പാട്ടുപാടുന്നതല്ല, പിന്നെയോ പിടിച്ചു നിൽക്കാൻ കെൽപ്പില്ലാതെ വരുമ്പോൾ ആനന്ദത്തിന്റെ ഇരടികൾ പാടുവാൻ പാകമാകുന്ന ഒരു മനസ്സ് നമുക്ക് ലഭിക്കണം. അതാണ് വിശ്വാസത്തിന്റെ ഔന്നത്യം എന്ന് പറയുന്നത്. ആ തലത്തിലേക്ക് സഭ വളരണം. ആ അവസ്ഥയിലേക്ക് ഒരു ദൈവവേദന വളരണം. അതിന് ഇട നൽകിയിട്ടുണ്ടോ ഇത്രയും കാലത്തെ ആത്മീയ ജീവിത ആയോധനത്തിൽ? ആലോചിക്കേണ്ടത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ ഒരിക്കൽ കൂടെ തൃപ്പാദപീഠത്തിൽ ജീവിതത്തെ സമ്പൂർണമായി സമർപ്പിക്കാൻ ഇന്ന് പകൽക്കാലം നമ്മൾക്ക് എല്ലാവർക്കും ഇടയായി തീരട്ടെ. ബ്രദറൻ സഭയിലുള്ള എം.ഇ. ചെറിയാച്ചൻ 130 പാട്ടുകൾ ക്രൈസ്തവ കൈരളി നന്നായിട്ട് പാടുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവർ പാടുന്ന പാട്ടിൽ പലതും അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ക്രിസ്തീയത്തിൽ ചേർത്തിട്ടുണ്ട്. ഇതിൽ സുന്ദരമായ ഒരെണ്ണമാണ് അനുഗ്രഹത്തിനും അധിപതിയെ എന്ന പാട്ട്. മധുരയിലെ മണൽക്കാട്ടിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ മനുഷ്യൻ, എല്ലാം തന്റെ ജീവിതത്തിൽ ആരുമില്ല, സഹായിക്കാൻ ഒരുത്തനില്ല, ആരും സഹായമില്ല. അവിടെ പോയി അങ്ങനെ ആയി വേല ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വൈഫിന്റെ പ്രസവത്തോടനുബന്ധിച്ചുണ്ടായ പ്രതിസന്ധിയുടെ നടുവിൽ ആരും സഹായിക്കാനില്ലാത്ത സന്ദർഭത്തിൽ കർത്തൃസന്നിധിയിലേക്ക് മുട്ടുമടക്കി ഉയരങ്ങളിലെ കണ്ണുകളുയർത്ത മനുഷ്യൻ ആത്മാവിൽ നിറഞ്ഞ് പാടിയതായിരിക്കുന്ന പാട്ടാണ്. ആദ്യത്തെ ചരണം പാരിടമാം പാഴ്മണലിൽ പാർത്ത് ഞാൻ നിന്നണലിൽ. പിന്നെ എഡിറ്റ് ചെയ്തപ്പോഴാണ് അനുഗ്രഹത്തിന്റെ അധിപതിയെ എന്ന് വന്നത്. അവസാനം എഴുതിയ ചരണമാണ് അനുഗ്രഹത്തിന്റെ അധിപതിയെ അനന്തകൃപ പെരുന്നതിയെ. പാരിടമാം പാഴ്മണലിൽ പാർത്ത് ഞാൻ നിന്നണലിൽ. ഈ പാഴ്മണലിൽ മധുരയിൽ എനിക്കാരുമില്ല സഹായിക്കാൻ, അങ്ങല്ലാതെ വേറെ ആരുമില്ലേ. എന്റെ പ്രിയപ്പെട്ടവൾ മരിക്കാൻ പോവുകയാണ്. മരണദിനം വരുവളവിൽ മറഞ്ഞിടത്തിൽ മാറിടത്തിൽ വേറെ ഒരിടവുമില്ല. വൻവിനകൾ വന്നിടുമ്പോൾ എന്റെ ഹൃദയം പതറുകയില്ല. ഇങ്ങനെ പതറുകയില്ലെന്ന് പറയാൻ മനുഷ്യാവിന്റെ ജീവിതത്തെ, സഹോദരി നിന്റെ ജീവിതത്തെ പാകപ്പെടുത്താനാവണമെങ്കിൽ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് നീ ഇറങ്ങണം. അതിന്റെ പേരാണ് ആശ്രയം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ പാടിയ പാട്ട് അന്വർത്ഥമായി പാടാൻ കഴിയണം. കർത്താവിൽ എന്നും എന്റെ day by day, moment by moment, dear Lord, I trust in you. മുട്ടുമടക്കിക്കൊണ്ട് ഉയരങ്ങളെ കണ്ണുകളർത്തിക്കൊണ്ട് പറയാൻ നമുക്കാവണം പ്രിയപ്പെട്ടവരെ. അതാണ് ക്രിസ്ത്യൻ മെച്ചൂരിറ്റി എന്ന് പറയുന്നത്. ആത്മജീവിതത്തിന്റെ പക്വത എന്ന് പറയുന്നത് അതാ. നാം എവിടെ വരെ ആയി തീർന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഓരകൂത്രന്മാർ ഈ സങ്കീർത്തനം പാടാൻ എന്താണ് കാരണം? സംഖ്യാപുസ്തകം ഈ എന്റെ പശ്ചാത്തലം വിശദീകരിച്ചില്ല, നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത്. സംഖ്യാപുസ്തകം 16-ാം അധ്യായം നാം വായിക്കുമ്പോൾ കോരഹ്, ദാദാൻ, അബീരാം, ഓൻ 4 ലേവ്യ പൗരോഹിത്യമുള്ള ആളുകൾ മോശയുടെ നേതൃത്വത്തോട് മത്സരിച്ചു. മോശയിൽ കൂടെ മാത്രമേ ദൈവം ഇടപെട്ടുള്ളൂ, ഞങ്ങളുമൊക്കെ താവിന്റെ വേലക്കാരല്ലയോ, ഞങ്ങൾക്കൂടെ അരുളപ്പാട് ലഭിച്ചിട്ടില്ലേ ഇത്യാദി കാര്യങ്ങൾ പറഞ്ഞ് മോശയുടെ നേതൃത്വത്തോട് മത്സരിച്ചു. മോശയെ കുറിച്ച് ദൈവം പറയുന്നത് എന്നാ അറിയുമോ? അതിസൗമ്യനായ, ഇതുപോലെ സൗമ്യനായ ഒരു മനുഷ്യൻ ലോകത്തിലില്ല. അത്രമാത്രം സൗമ്യതയുള്ള ഒരു മനുഷ്യനായിരുന്നു മോശ ദൈവം മുമ്പാകെ. ആ മനുഷ്യനോട് മത്സരിച്ചു. മോശ നെടുമ്പാട് ദൈവസന്നിധി വീണപ്പോൾ ദൈവം അദ്ദേഹത്തോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? മോശെ, പരിതപിക്കേണ്ടതില്ല, നീ പരിഭവിക്കേണ്ടതില്ല.
അവർ നിന്നോടല്ല മത്സരിച്ചത്, അവർ എന്നോടാണ് മത്സരിച്ചത്. അതുകൊണ്ട് ഞാൻ അവർക്ക് ശിക്ഷ കൊടുത്തോളാം, നീ സൈലന്റ് ആയിരിക്കാൻ പറഞ്ഞു. അപ്രകാരം കാര്യങ്ങൾ ചിട്ടപ്പെടുത്തി കൂടാരത്തിൽ മുൻപിൽ അവരെ കൊണ്ടുവന്നു. ആരെ? കോരഹ്, ദാഥാൻ, അബീരാം, ഓൻ തുടങ്ങിയവർ. വീട്ടിൽ ചെന്ന് സംഖ്യാപുസ്തകം 16-ാം അധ്യായം മുഴുവനായി വായിക്കണം. വിസ്താര ഭയം കൊണ്ടും സമയത്തെ മുന്നോട്ട് ഇങ്ങനെ പായുന്നത് കൊണ്ടും ഞാൻ അധികം വിശദീകരിക്കാൻ ശ്രമിക്കാതെ കണ്ട് ബ്രീഫായിട്ട് പറഞ്ഞു പോവുകയാണ്. കൂടാരത്തിന്റെ മുൻപിൽ വരുവാൻ അവരോട് ആജ്ഞാപിച്ചു. ഒരു കൂടാരത്തിന്റെ മുൻപിൽ വന്നപ്പോൾ ഒരു പ്രഖ്യാപനം കൂടാരത്തിൽ ഉണ്ടായതെന്നറിയാമോ? ഈ ദുഷ്ടമനുഷ്യരോടുകൂടെ നശിക്കാതിരിക്കേണ്ടതിന് പൊക്കോളം പറഞ്ഞു ബാക്കിയുള്ളവരെല്ലാം. അപ്പോൾ ഇതുവരെ ഭൂമിയിൽ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വിധത്തിൽ ദൈവം അവരുടെ ശിക്ഷ വിധിച്ചു. എന്ത് സംഭവിച്ചു? കോരഹിനോട് ചേർന്നവരെയും ഭൂമി വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ ചോദ്യം സ്വാഭാവികമാണ്. കോരഹിനോട് ചേർന്നവരുടെ കൂട്ടത്തിൽ മക്കളില്ലേ? മക്കൾ ഉണ്ടാവാം. പക്ഷേ അത് തിരുത്താൻ വേണ്ടി 26-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ ചേർത്തിട്ടുണ്ട് വ്യക്തമായി. അതൊന്ന് വായിക്കാമോ? 26-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, സംഖ്യാപുസ്തകം. ഇല്ലേ? അതെ, ഇച്ചിരി ശബ്ദത്തിൽ വായിച്ച ഇത്രയും ശബ്ദമുള്ളൂ. ഇനി പിള്ളേരെ വഴക്ക് പറയുന്നതെങ്കിലും വായിക്കണ്ടേ? ഇത്ര ശബ്ദത്തിൽ വായിച്ച ആരാ വായിക്കുന്നേ? മിനി തന്നെ വായിക്കേ. അയ്യോ അത് പോരാ, അയ്യോ അത് മിനിയെക്കാട്ട് മോശം ശബ്ദ. നമ്മളൊന്നും വായിക്കണേ. മിനി തന്നെ വായിക്കട്ടെ. ഇതിനകത്തിന്റെ ഭർത്താവ് വന്നിട്ടുണ്ടോ? വന്നില്ലല്ലേ? അല്ലേ ചോദിക്കാൻ ഇത്രയേ ഉള്ളൂ ശബ്ദം. പോട്ടെ, മതി, ഇരുന്നോട്ടെ. നല്ല വെച്ച. എന്നാൽ കോരഹിന്റെ പുത്രന്മാർ മരിച്ചില്ല. അപ്പോ അപ്പനെയും അപ്പനോട് ചേർന്നവരെയും ഭൂമി വാവിളർന്ന് വിഴുങ്ങിയ ദൈവത്തിന്റെ ന്യായവിധിയുടെ നേർചിത്രം കണ്ണുകൊണ്ട് കണ്ടവരാണ് ആര്? കോരഹിന്റെ മക്കൾ. അപ്പോൾ അപ്പനോട് ചേർന്നവരെയും ഭൂമി വാവിളർന്ന് വിഴുങ്ങിയപ്പോൾ ആ സംഹാര താണ്ഡവത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കാൻ ഇഷ്ടം തോന്നിയ ദൈവമേ അങ്ങേക്ക് സ്തോത്രം എന്ന് പറഞ്ഞ് ആത്മപ്രചോദിതരായി കുറിക്കുന്ന കുറിപ്പാണ് 84-ാം സങ്കീർത്തനം. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! താവേ, നീയുള്ള ഇടം എത്ര മനോഹരമാണ്! എന്റെ ഉള്ളം നിന്റെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. എന്റെ ഇന്നർ മാൻ ആൻഡ് ഔട്ടർ മാൻ, എന്റെ അകത്തെ മനുഷ്യനും എന്റെ പുറത്തെ മനുഷ്യനും ഒരുമിച്ച് ചേർന്ന് നിന്നെ ആരാധിക്കുന്നു, നിന്നെ സ്തുതിക്കുന്നു. കാരണം ആ വലിയ സംഹാരത്തിൽ നിന്ന് ഒറ്റ ശക്തിക്ക് ഞങ്ങളെ വിടുവിക്കാൻ തോന്നിയില്ലല്ലോ. ദൈവമേ, അങ്ങേക്ക് ഞങ്ങളെ വിടുവിക്കാൻ തോന്നിയത് കൊണ്ട് സ്തോത്രം. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എത്ര പ്രാവശ്യം സൈന്യങ്ങളുടെ എന്ന് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. നോക്കരുത്, ഇവിടെ അവിടെ നോക്കരുത് പറഞ്ഞ് പിന്നെ അങ്ങോട്ട് നോക്കി. ഇതാ പണ്ട് അമ്മച്ചിക്കുണ്ടായിരുന്നില്ല. ആ അമ്മച്ചിയുടെ സ്വഭാവം ഇതുവരെ നമ്മുടെ വീട്ടു മാറിയിട്ടില്ല. എത്ര പ്രാവശ്യമുണ്ട്? 4 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സൈന്യങ്ങളുടെ. ദൈവത്തെ അങ്ങനെ വിശേഷിപ്പിക്കാൻ കാര്യം എന്താണ്? അവൻ സൈന്യങ്ങളുടെ യഹോവയാണ്. സൈന്യങ്ങളുടെ യഹോവ. യഹോവയുടെ സൈന്യത്തിൽ ആരൊക്കെ ഉണ്ട്? കേട്ടിട്ടുണ്ടോ? ഇത് വല്ല മനസ്സിലാക്കിയിട്ടുണ്ടോ? യഹോവയുടെ സൈന്യത്തിന്റെ ഗണത്തിൽ കാറ്റുണ്ട്, പിന്നെ അഗ്നി ജ്വാലയുണ്ട്. കാറ്റുകളെ തന്നെ ദൂതന്മാരും അഗ്നിജാലയെ തന്നെ ശുശ്രൂഷന്മാരുമാക്കുന്ന സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ കേറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു മനുഷ്യനെ ഒരു പറവയെ ഉൾപ്പെടുത്തി. കേറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കൂട്ടത്തിൽ ആരെയാ? കാക്കയെ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ കാക്കയെ ഉൾപ്പെടുത്തി. കിട്ടുന്നതൊന്നും ആർക്കും കൊടുക്കുന്ന ജീവിയല്ല, പക്ഷെ ആ കേറ്ററിംഗിന്റെ കൂട്ടത്തിൽ ഈ ജീവിയെ ഉൾപ്പെടുത്തി. അന്തർവാഹികളുടെ കൂട്ടത്തിൽ തിമിംഗലത്തെ ഉൾപ്പെടുത്തി. അങ്ങനെ യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിച്ചാൽ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടന്തലിനെ അയച്ചു. കടന്തലിനെ ഈ ആർമിയുടെ കൂട്ടത്തിലുണ്ട്. മനസ്സിലായുണ്ടോ? 1967 ഇസ്രായേൽ യുദ്ധത്തിൽ ഗോലാൻ കുന്നുകളിൽ നിന്ന് ദൈവം തമ്പുരാൻ അവർക്ക് വേണ്ടി കടന്തലിനെ അയച്ച ചരിത്ര സാക്ഷ്യമാണ് ഇന്ന്. ഇത് സത്യമാണ്. അവന്റെ ആർമിയിൽ നമുക്ക് ഒത്തിരി വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ പവേഴ്സ് ആർ ദേർ. നമുക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ
അതുകൊണ്ടാണ് ദൂതന്മാരെ കാവൽ ചെയ്തിട്ടുണ്ടെന്ന് എബ്രായർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൂതസഞ്ചയം നമുക്ക് കാവലായിട്ടുണ്ട്. പാട്ടൊക്കെ നമ്മൾ പാടുന്നില്ലേ? ദൂതസഞ്ചയം എനിക്ക് കാവലായിട്ടുണ്ടെന്ന് പറഞ്ഞ് അല്ലേലൂയ സ്തോത്രം പറയും. പക്ഷെ ഇത് കണ്ടിട്ടുണ്ടോ? അത് കാണാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ടോ? വിസ്തരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചാൽ വിസ്തരിച്ചു കൊള്ളാം. നമുക്ക് മുന്നോട്ട് പോകാം. ഈ സംഹാര താണ്ഡവത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വിടുവിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ ധ്യാനിച്ചുകൊണ്ട് ധ്യാനനിമഗ്നരായിരിക്കുമ്പോൾ ആത്മപ്രചോദിതമായി അവരെ അന്തരാളത്തിൽ പൊന്തി വന്നതായിരിക്കുന്ന അനുഭവങ്ങളുടെ നേർചിത്രമാണ് 84-ാം സങ്കീർത്തനം. അവിടെ പറയുന്നു, അവസാനിക്കുമ്പോൾ പറയുന്നു 84-ാം സങ്കീർത്തനത്തിന്റെ 12-ാമത്തെ വാക്യം, സൈന്യങ്ങളുടെ യഹോവേ, എന്റെ സൈന്യത്തിൽ ഇത്രയൊക്കെ ഉണ്ട്, സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. വിശ്വസിക്കുന്ന മനുഷ്യൻ എന്നല്ല, വിശ്വാസം we can define what is faith. എന്നാൽ ആ വെർബൽ ഡെഫിനിഷൻ അല്ല ട്രസ്റ്റ് എന്ന് പറയുന്നത്. അത് പിന്നെ ജീവിതം കൊണ്ടുള്ള വ്യാഖ്യാനമാണ്. മനസ്സിലാക്കാൻ വേണ്ടി സാധാരണ നിങ്ങൾ കേട്ടിട്ടൊരു കഥ ഒരിക്കൽ കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ കൂടെ ഒരു വലിയ ചരട് കെട്ടിയിട്ട് അതിൽ കൂടെ സർക്കസുകാരൻ നടക്കുന്ന സംഭവം പല പ്രസംഗകരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് എളുപ്പം പറയാം. അതിലൂടെ നല്ല വിദഗ്ധനായിരിക്കുന്ന ഒരുത്തൻ അക്കരെ വന്നു. ആളുകളെല്ലാം കൈയടിച്ച് നീ മെടുക്കനാണ് എന്നവരുടെ കൂട്ടത്തിൽ അദ്ദേഹം ചോദിച്ചു, ആരുണ്ട് എന്റെ തോളത്തിൽ കയറി വരാൻ, അക്കരെ കൊണ്ടുപോകാൻ? ആർക്കുണ്ട്? എന്നെ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ മെടുക്കനാണെന്ന് കൈയടിച്ചല്ലോ. കഴിവിന് വലിയ വിശ്വാസമൊക്കെ ഉണ്ട്, കൈയടിച്ചല്ലോ. വല്ലവരും വരാമോ? എന്റെ കൂടെ അക്കരയ്ക്ക് ഞാൻ കൊണ്ടുപോവാ, വരാമോ? ഒരുത്തരുമില്ല. ഞാൻ കൂട്ടത്തിൽ 10-13 വയസ്സും ചെറുപ്പക്കാരൻ കൊച്ചു കുഞ്ഞ് ഓടിച്ചാടി വന്ന് ഈ തോളത്തോട്ട് കയറിയിരുന്നു. ഈ കുഞ്ഞിനെ കൊണ്ട് അദ്ദേഹം യാതൊരു പ്രയാസം കൂടാതെ അക്കരെ ചെന്നു. അക്കരെ ഇക്കരെ നിൽക്കുന്ന ആളുകളെല്ലാം കൈയടിച്ചു. പക്ഷേ അദ്ദേഹം പറഞ്ഞു, നിങ്ങളാരും കൈയടിക്കേണ്ട കാര്യമില്ല. എന്റെ കഴിവ് നിങ്ങൾക്ക് ആർക്കും വിശ്വാസമുള്ള, അതൊക്കെ വെറുതെയാണ്. പക്ഷേ എന്റെ തോളത്ത് കയറിയിരുന്നവനാണ് വാസ്തവത്തിൽ എന്നെ അറിയുന്നത്, എന്നെ വിശ്വസിക്കുന്നത്. ഇതെന്റെ മോനാണ്, എന്റെ മകനാണ്. അവനറിയാം എന്റെ അപ്പൻ എന്നെ അവിടെ കൊണ്ടെത്തിക്കാൻ പ്രാപ്തനാണ്. വിശ്വാസമുണ്ടോ? എന്റെ അപ്പൻ, തെറ്റുപറ്റാത്ത എന്റെ അപ്പൻ, കഴിവുള്ള എന്റെ അപ്പൻ, ഉയരത്തിലെ എന്റെ അപ്പൻ ഞാൻ എത്തേണ്ടിടത്ത് എത്തിക്കാൻ ശക്തനാണെന്ന് പറഞ്ഞ് മുഴുവൻ വെയിറ്റും അവനിൽ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് എന്റേതായ ഒന്നുമില്ല. I have nothing as my own on this planet. You are my everything. You are my everything. You are my great El Shaddai. എന്റെ ജീവിതത്തിൽ എല്ലാത്തിനും നീ മതിയായതാണ്. I have nothing as my own on this planet. അങ്ങ് തന്നതല്ലാതെ ഒന്നുമില്ല. Fully I trust in you. I submit myself on thee. I fully trust in you. ഇത് പറയാൻ നമ്മുടെ മനസ്സ് പാകപ്പെടണം. ആശ്രയം ഇതൊരു മൈൻഡ് സെറ്റ് ആണ്. എനിക്കെല്ലാം ഉണ്ട് ഇവിടെ, എനിക്കെല്ലാം അവൈലബിൾ മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ആർ ഹിയർ. ഇവയെല്ലാം ഉള്ളപ്പോൾ എന്റെ മനസ്സ് ഇവിടെ അല്ല, എന്റെ മനസ്സ് എന്റെ ദൈവത്തിലാണ്. ഇതൊക്കെ ഞാൻ ഇട്ടേച്ചു പോകും, അല്ലെ എന്നെ ഇട്ടേച്ചു പോകും. പക്ഷേ എന്നെ കൈവിടാതെ കണ്ട് എത്തേണ്ടടുത്ത് എത്തിക്കാൻ കഴിയുന്ന ഒരുത്തനുണ്ട്. ഞാൻ ആശ്രയിക്കുന്നു, വിശ്വസിക്കുകയല്ല, ഞാൻ ആശ്രയിക്കുന്നു. Dear Lord, I trust in you fully. Even when everything lost and everybody get away from me, but still I know that there is one person who hold my hand. ഇന്നലെ നമ്മൾ പാടി അവസാനിപ്പിച്ചതാണല്ലോ, ഓർക്കുന്നുണ്ടോ? ഇന്നലെ വന്നല്ലേ? Hold my hands lest I fall, take my hands precious Lord, lead me on. ജിംറീസ് പാടിയ പാട്ട് ഇന്നലെ നമ്മൾ പാടിയതാണ്. ദൈവത്തിന്റെ സ്തോത്രം. Hold my hands lest I fall, take my hands precious Lord. ഹല്ലേലൂയ. ഒരുത്തനുണ്ട്, അവരിൽ ഞാൻ ആശ്രയിക്കുന്നു. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ പുസ്തകത്തിൽ ഭാഗ്യത്തെ കുറിച്ച്? എത്ര വണ്ണമുണ്ട്? പിന്നെ ഇതൊക്കെ എണ്ണാനല്ലേ ഞങ്ങൾക്ക് പണി. 3 പ്രാവശ്യം ഭാഗ്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ബലം, നിന്റെ ഭാഗ്യവാൻ. അടുത്തത് ഒന്ന് നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ, പിന്നെ ബലം നിന്നിലുള്ള മനുഷ്യൻ, പിന്നെ 12ാമത്തെ വാക്യം
ആശ്രയിക്കുന്ന മനുഷ്യൻ. അപ്പൊ ഭാഗ്യം മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. അതുകൊണ്ട് ഈ ഭാഗ്യം ഒന്ന് അറിയണം. എന്താ ഈ ഭാഗ്യം? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 12ാമത്തെ വാക്യത്തിൽ അദ്ദേഹം അവർ പറഞ്ഞതായിരിക്കുന്ന ആ വാക്യത്തിന്റെ അല്പമായിരിക്കുന്ന ഒരു വിശദീകരണം. മുഴുവൻ പറയാൻ സമയം 7 കാര്യമാണ് പറയേണ്ടി. ഇപ്പോഴേ ചില സഹോദരിമാർക്ക് പ്രയാസമായി, ഞങ്ങൾ അങ്ങ് പോകേണ്ടിയവരാണെന്നേ, ദൈവത്തെ ഓർത്ത് വലിച്ചു നീട്ടല്ലേ എന്നാണ്. നിങ്ങളുടെ അച്ഛൻ, ഞങ്ങളുടെ ഇവിടുത്തെ അച്ഛൻ ഭയങ്കര മിടുക്കനാണ്, നിങ്ങൾ അവിടെ വന്ന എന്നെ എഴുതുന്ന സ്വകാര്യം പറയാണെന്ന് വിചാരിച്ചേ. അതൊന്നുമല്ല, എനിക്ക് ഇൻസ്ട്രക്ഷൻ തരികയായിരുന്നു ഇന്ന സമയത്ത് നിർത്തിക്കോണമെന്ന്. അതിനായിട്ട് അടുത്തിരിക്കുന്നേ സിഗ്നൽ തരാൻ വേണ്ടി. അച്ഛനൊന്നും മിണ്ടത്തില്ല, പക്ഷെ പുള്ളി ഒന്ന് ഇളകിയിരിക്കും. ഈ എത്ര ആംഗിൾ ഇളകിയിരിക്കുന്നോ അപ്പൊ എനിക്ക് മെസ്സേജ് കിട്ടും എന്താണ് സമയം പോയ വേണ്ടി. ഇല്ലെങ്കിൽ ഞാൻ നോക്കുന്ന കൂട്ടത്തിൽ 5 പേർ ഒരുമിച്ച് ഉറങ്ങുമ്പോൾ പ്രസംഗം നടത്തും. ഇപ്പൊ 2 പേരെ ഉറക്കം തൂങ്ങുന്നുള്ളൂ. ഈ 5 പേർ ഒരുമിച്ചാണെങ്കിൽ ഞാൻ പ്രസംഗം നിർത്തും. അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞ സമയത്ത് പ്രസംഗം നിർത്താനായിട്ട്. അല്ല, ആന്റിയുടെ നോട്ടം കണ്ടു. പിന്നെ ഞങ്ങൾ പാടി നിങ്ങളെ വന്ന് പിന്നെ ഉറങ്ങാതിരിക്കുമോ? വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റതാ. അങ്ങോട്ട് സാരമില്ല, ഉറങ്ങിക്കൂ. പക്ഷെ യൂട്ടിക്കോസിനെ ഓർത്തോളം ഉറങ്ങുമ്പോൾ അത്രയേ ഉള്ളൂ പറയാനേ. സൈന്യങ്ങളുടെ പോയി ആശ്രയിക്കുന്ന മനുഷ്യൻ എന്താണ് ഈ ഭാഗ്യം? 125 സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം എല്ലാവർക്കും അറിയാവുന്ന വാക്യം. 125 സങ്കീർത്തനം 1-ാം വാക്യം. യഹോവയിൽ ആശ്രയിക്കുന്നവർ പറഞ്ഞോ നിങ്ങളെ. താങ്ക് യു. പറ. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന. അപ്പൊ 1-ാമത്തെ പോയിന്റ് നിങ്ങളാ പറയുന്നത്. ഞാൻ റെഫറൻസ് പറയും, പോയിന്റ് നിങ്ങൾ പറയണം. 1-ാമത്തെ പോയിന്റ്, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങില്ല. നമ്മുടെ മിടുക്കല്ല, ആരിൽ ആശ്രയിക്കുന്നോ ആ ആളിന്റെ ശക്തിയുടെ ബഹുത്വമാണ്, ആ ശക്തിയുടെ വലുപ്പമാണ്, ആ ആളിന്റെ ഗ്രേറ്റ്നെസ് ആണ് ഞാൻ കുലുങ്ങാതെ നിൽക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ നടുവിൽ കുലുങ്ങാൻ സാധ്യതയുള്ളവരാണ് പ്രിയപ്പെട്ടവരെ. കുലുങ്ങാത്തതായി എന്തുണ്ട് ഇവിടെ? മനുഷ്യൻ പടുത്തുയർത്തിയത്, മനുഷ്യ നിർമ്മിതമായത് എല്ലാം സുസ്ഥിരമായ അടിസ്ഥാനത്തിൽ മേലാണെന്ന് വിചാരിച്ച് കെട്ടിപ്പടുക്കുന്ന സൗധങ്ങൾ അതൊക്കെ തകർന്നടിഞ്ഞു പോകാൻ സാധ്യതയുള്ളതാണ്. ഞാൻ ഇന്നലെ ഓർമ്മിച്ചല്ലോ, അമേരിക്കയുടെ അഭിമാന സ്തംഭമായിരുന്ന ഗോപുരം, ഇരട്ട ഗോപുരം തകർന്നുപോയി, തരിപ്പണമായി പോയി. മറ്റൊരെണ്ണം ഉയർന്നു വന്നിട്ടുണ്ട്, അത് മറ്റൊരു കാര്യം. അങ്ങനെ ഉന്നതമായി പടുത്തുയർത്തിയത് തകർന്നു പോയില്ലേ? തകരാത്തതായി എന്തുണ്ട് ഇവിടെ? ഞാൻ വയനാട്ടിൽ എസ്റ്റേറ്റിൽ സൂപ്പർവൈസറായിട്ടാണ് ആദ്യം ജോലിയിൽ പ്രവേശിച്ചത്. ഒരു 10 വർഷത്തോളം ഞാൻ ജോലി ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ കർത്താവിനെ വിളിച്ച് താഴെ വേലക്കാട്ടിലാണ് വിളിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഞാൻ താമസിച്ചിനടുത്താണ് മുണ്ടക്കായ് ചൂരൽമല. നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞാൻ താമസിക്കുന്ന 4 കിലോമീറ്റർ അകത്ത് എസ്റ്റേറ്റിലാണ്. അവിടുന്ന് മേപ്പാടി ടൗണിൽ വരുമ്പോൾ 1-2 പ്രാവശ്യം എന്റെ 2 സ്നേഹിതരെ കൂട്ടി ഈ സ്ഥലങ്ങളിലൊക്കെ നടന്നുപോയി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ചെറിയ ചെറിയ വീടുകളും മനോഹരമായിരിക്കുന്ന, ഹരിതാഭമായിരിക്കുന്ന, നല്ല സുന്ദരമായിരിക്കുന്ന, ദൃശ്യഭംഗിയുള്ള, മനോഹരമായിരിക്കുന്ന ഒരു പ്രദേശമാണ്. ഇക്കാലത്താണ് അവിടെ റിസോർട്ടുകളും പണിത് ഒത്തിരി കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തത്. ഞാൻ അവിടെ പോയത് 1970 എന്ന് പറഞ്ഞാൽ ഏകദേശം 54 വർഷം മുമ്പാണ്. ഇതിനിടയിൽ ഇന്ന് മാത്രം അത് ഡെവലപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് എന്റെ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് CSI ഡിസ്ട്രിക്റ്റിന്റെ ഒരു കൺവെൻഷന് മേപ്പാടി വെച്ചുണ്ടായിരുന്നു. മേപ്പാടിയിൽ അവർക്ക് ടൗണിൽ CSIക്കാർക്ക് മനോഹരമായിരിക്കുന്ന ഒരു ട്രീ സെന്റർ ഉണ്ട്. അവിടെ ഈ ചെല്ലുന്ന ഗസ്റ്റ് താമസിക്കാനുള്ള ഹൗസും ഒക്കെ അവിടെ ഉണ്ട്. KP കുറുള്ള തിരുമേനി എന്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം ബിഷപ്പായിരിക്കുന്ന സന്ദർഭത്തിൽ എന്നോട് പറഞ്ഞു, അപ്പാച്ചാ ഞങ്ങളുടെ വൈദിക ജില്ലയുടെ കൺവെൻഷന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ കോഴിക്കോട്ടും ചുറ്റുപാടുമുള്ള ഇടവകളിൽ നിന്ന് ആളുകൾ കൂടുന്ന കൺവെൻഷനിൽ 3 ദിവസം അവിടെ ഞാൻ പോയി പങ്കെടുത്തു. എന്നാ സന്തോഷം, എന്തോ ഒരു ആനന്ദമാണ്. ജോലി ഉപേക്ഷിച്ചു പോകുന്ന നാട്ടിൽ എന്റെ ദൈവം വീണ്ടും സാക്ഷിയായിട്ട് അവിടേക്ക് അയക്കുമെന്ന് പറഞ്ഞത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഒലിച്ചുപോയി, പുത്തൂർ മല ഒലിച്ചുപോയി, ചൂരൽമല ഒലിച്ചുപോയി, മുണ്ടക്കൈ ഒലിച്ചുപോയി. ഒലിച്ചു പോകാത്തതൊന്നുമില്ല. പക്ഷെ ആ പ്രവാചകൻ പറയുന്നുണ്ട്, പർവ്വതങ്ങൾ ഇങ്ങനെ പൊട്ടുന്നു, മത്തനെ പോലെ ചാഞ്ചാടുന്നു ഭൂമി കുന്നുകൾ. സാധ്യതയുണ്ട് ഇവിടെ. ആരും വിചാരിക്കരുത് ഞാൻ ജീവിക്കുന്ന ഇടത്തിതൊന്നും സംഭവിക്കില്ലെന്ന്. സംഭവിക്കും. കുലുങ്ങാത്തതായി ഒന്നും ഇവിടെയില്ല. എന്നാൽ അതൊക്കെ കുലുങ്ങുമ്പോൾ എനിക്ക് കുലുങ്ങാനാവില്ല
ജീവിതത്തിൽ വിശദീകരിക്കാനാവാത്തതുമായ അനുഭവങ്ങളുടെ നടുവിൽ കൂടെ ഞാൻ പോകുമ്പോൾ എനിക്ക് കുലുങ്ങാനാവില്ല. കാരണം എന്ത്? ഞാൻ അവനിൽ ആശ്രയിക്കുന്നു. അവൻ എന്റെ കരം പിടിച്ചിരിക്കുന്നു. മിസ്റ്റർ ജോബ് ഭക്തനായ നീതിമാനായ ഒരു മനുഷ്യൻ. ആ കാലഘട്ടത്തിൽ ഇതുപോലെ ഒരു ഭക്തനില്ല. ഭൂമിയിൽ ഒരുത്തനുമില്ലെന്നാണ് ദൈവത്തിന്റെ വചനം സാക്ഷിക്കുന്നത്. ഭൂമിയിൽ ഒരുത്തനുമില്ല. അതുപോലെ ഉള്ള ആളത്വത്തിന്റെ ഉടമയാണ്. അവനെ കുറിച്ച് തെറ്റായി പറയാനൊന്നുമില്ല. അത്രമാത്രം ഭക്തിയുടെ ഔന്നത്യത്തിൽ ജീവിച്ചവനാണ് മനുഷ്യൻ. സാത്താന്റെ മുൻപിൽ വെച്ച് അവനെ കുറിച്ച് ഭക്തനാണ്, നേരുള്ളവനാണ്, ദോഷം വിട്ടുള്ളവന് ഭൂമിയിൽ ഒരുത്തനുമില്ലെന്ന് ദൈവം സാക്ഷിച്ചതാണ്. പക്ഷേ വൺ ബൈ വൺ ആയിട്ട് അദ്ദേഹത്തിന്റെ ഭൗതിക സുഖങ്ങൾ ഒന്നൊന്നായി മാറി. എല്ലാം മാറ്റപ്പെട്ടു. മക്കള് പോയി, സ്വത്തുക്കൾ പോയി, മൃഗസമ്പത്ത് പോയി, എല്ലാം നഷ്ടപ്പെട്ടു. അവസാനം തന്റെ ശരീരം പോലും രോഗത്തിന് അടിമയായി തീർന്നു. ഭാര്യ വന്നേച്ചു പറഞ്ഞു, ഇടോ മനുഷ്യ, എഴുന്നേറ്റ് പോയി നിന്റെ വിശ്വാസത്തെ ത്യജിച്ചുകൊണ്ട് ചത്തുകളയാൻ പറഞ്ഞു. ഏത് ദുഃഖത്തിന്റെ അനുഭവത്തിലും കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചവൾ പോലും മുഖത്ത് നോക്കി പഴിച്ചു ദൂഷിച്ചു പറഞ്ഞു. പിടിച്ചു നിൽക്കാൻ കൽപ്പില്ലെന്ന് തോന്നുന്നത് പോലെ അടിത്തറ കുലുങ്ങുന്ന, വ്യക്തിപരമായ ജീവിതത്തിന്റെ അടിത്തറ കുലുങ്ങുന്ന സന്ദർഭത്തിൽ ആ ഭക്തൻ പ്രതിഫലിച്ചത് എന്താണെന്ന് അറിയാമോ? അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. പറയാനാവുമോ? അതാണ് മെച്ചൂരിറ്റി, സ്പിരിച്വൽ മെച്ചൂരിറ്റി. വിശ്വാസത്തിന്റെ ഏറ്റവും ഔന്നത്യം അതാണ്. വിശ്വാസത്തിന്റെ പക്വത അതാണ് പ്രിയപ്പെട്ടവരെ. എനിക്ക് നിങ്ങൾക്കും അത് ഭവിക്കുമ്പോൾ നമുക്കത് പറയാനായിട്ട് സാധിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ദൈവത്തിന് സ്തോത്രം. മുട്ടം ഗീവർഗീസ് എന്ന് പറയുന്ന ഒരു ഭക്തനായ മനുഷ്യനുണ്ട്. അദ്ദേഹം പെന്തിക്കോസ്തുകാരൻ, മർത്തോമാക്കാരനായിരുന്നു. പെന്തിക്കോസ് മുട്ടം എന്ന് പറയുന്നത് ഹരിപ്പാട് എന്ന സ്ഥലമാണ്. അവിടെ പോയി ഞാൻ പ്രസംഗിച്ചിട്ടൊക്കെ ഉള്ളതാണ്. അവിടുത്തെ ഏറ്റവും സമ്പന്ന കുടുംബത്തിൽ പറഞ്ഞ മനുഷ്യനാണ്. കോടതി ജോലിയായിരുന്ന അപ്പന് അദ്ദേഹത്തിന്റെ സഹോദരനാണ് ശൂരനാട് കൊലക്കേസിൽ കൊല്ലപ്പെട്ട SI. അങ്ങനെ അതുപോലെ നല്ല സമ്പന്നമായിരിക്കുന്ന കുടുംബത്തിലുള്ള മനുഷ്യനാണ്. ഞാൻ പറയുന്നത്, ഒരു സ്ഥലത്ത് നിന്ന് നാളികേരം വെട്ടി മറ്റൊരിടത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഇവരെ വീണ്ടും നാളികേരം വെട്ടത്തക്ക അതിന് പാകമാവും. അതുപോലെയുള്ള ഒരു സമ്പന്ന കുടുംബത്തിൽ പറഞ്ഞ മനുഷ്യനാണ്. തൊഴുത്തു നിറച്ച് കന്നുകാലികളും ഇഷ്ടംപോലെ വയലും കൃഷിയെല്ലാം ഉണ്ട്. സമൃദ്ധിയുടെ വെടിത്തട്ടിൽ ഉപയോഗിച്ച് തുടങ്ങിയ മനുഷ്യനാണ്. അദ്ദേഹം യേശുവിനെ ജീവിതത്തിൽ കണ്ടെത്തി. തന്റെ ജീവിതം യേശുവിനായി സമർപ്പിച്ചു. അദ്ദേഹത്തിന് ബോധിച്ചതായിരിക്കുന്ന വിശ്വാസ യാത്ര തുടരാൻ തീരുമാനിച്ചു. അങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്തു. തനിക്ക് അവകാശമായി ഇതെല്ലാം കൂടെ കിട്ടി. ഇളയ പോലെ നിലയിൽ കിട്ടിയതെല്ലാം അദ്ദേഹം വിറ്റു. കാരണം എന്റെ അപ്പൻ ഇത് അന്യായമായിട്ട് ഉണ്ടാക്കിയതാണെന്ന് എനിക്ക് ബോധ്യം ഉണ്ടായപ്പോൾ അന്യായമാണെന്നൊന്നും എനിക്ക് വേണ്ട, മുഴുവൻ വിറ്റു. എളുപ്പമാണ്. ഓരത്തിങ്ങോട്ട് എന്നെ പറയുന്നതല്ലേ. എന്നിട്ട് 2 സ്വോത്രം കൂടെ പറയും. ഒരു സ്വോത്ര പ്രാർത്ഥനയും നടത്തും. ജെയിംസ് അച്ഛനെ വിളിച്ചിട്ട് 2 പീസ് കേക്കും ഒരു പൂവമ്പഴോ അത് ഒന്നാമതൊരു ബോണ്ടിട്ട അങ്ങോട്ട് കൊടുക്കും. സ്വോത്രം പറയും അല്ലേ. പക്ഷെ ഇദ്ദേഹം പറഞ്ഞു, വേണ്ട, ഇതൊന്നും എനിക്ക് അവകാശപ്പെട്ടതല്ല, ഇതെല്ലാം വിറ്റു. വിറ്റിട്ട് നോർത്ത് ഇന്ത്യയിൽ എല്ലായിടത്തും പോയി വാനും ഒക്കെ എടുത്തു പോയി പ്രസംഗിക്കാൻ തുടങ്ങി. എല്ലായിടത്തും പോയി പ്രസംഗിക്കാൻ തുടങ്ങി. സാഗരം ചെലവഴിച്ചു. കർത്താവിന്റെ സാക്ഷ്യം വഹിച്ചു. ഒടുവിൽ എല്ലാം നഷ്ടപ്പെട്ട് അദ്ദേഹം ഒരു വാടക വീട്ടിൽ വന്ന് താമസിച്ചു. സമ്പന്നനായ മനുഷ്യൻ, സമ്പന്ന കുടുംബത്തിൽപ്പെട്ടവൻ വാടക വീട്ടിൽ വന്ന് താമസിച്ചു. 5-10 ദിവസമായി ഭക്ഷണം കഴിക്കാനില്ല. 2 കൊച്ചു കുഞ്ഞുങ്ങളുമുണ്ട്. എന്നിലും അദ്ദേഹം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകും. കിണറ്റിലെ പച്ചവെള്ളം കോരി പിടിച്ച് സ്തോത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹം കർത്താവിന്റെ വേലയ്ക്കായി പോകും. ചരിത്രത്തിൽ നടന്ന സംഭവമാണ്. അദ്ദേഹം എഴുതിയ പാട്ടുകളൊക്കെ നമ്മൾ പാടുന്നുണ്ട്. ഒരു ദിവസം അദ്ദേഹം നേരെ കഴിഞ്ഞ് വരുമ്പോൾ 2 മുറിയുള്ള കൊച്ചു വീടാണ്. അപ്പുറത്തെ മുറിയിൽ ഒരു ഞരക്കം കേൾക്കാം. നോക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൾ ആസന്നമരണയായി, അതായത് ക്ഷീണിച്ച് പരീക്ഷയിലായി കിടക്കുക. കൊല പിടിക്കുന്ന ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന്ന് അവൻ്റെ വശപ്പടക്കാൻ വേണ്ടി അമ്മയിൽ നിന്ന് മധു നുകരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പക്ഷെ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുമല്ലോ. 5 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്
ഈ കുഞ്ഞിങ്ങനെ വലിച്ചു പിടിക്കുമ്പോൾ അമ്മയ്ക്ക് വയ്യ. നോക്കണേ, കർത്താവിനെ കണ്ടറിഞ്ഞ് തിരിച്ച് സർവസ്വം നഷ്ടപ്പെടുത്തി കർത്താവിന്റെ വേലക്കായിട്ട് ഇറങ്ങിയൊരു ഭക്തന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാമോ? സംഭവിച്ചേക്കാം. പക്ഷെ പതറില്ല, കുതറില്ല, ചാഞ്ചല്യപ്പെടില്ല. വിശ്വാസത്തിന്റെ ദൃഢത അത്ര ഭയങ്കരമാണ്. അടുത്ത് ചെന്നപ്പോൾ പ്രിയപ്പെട്ടവളിങ്ങനെ കണ്ണുകളൊപ്പം നിലനിർത്തി വെച്ച് ഇങ്ങനെ ക്ഷീണയായി കിടക്കുകയാണ്. അവിടെ മുട്ടുമടക്കിക്കൊണ്ട് ആ പ്രിയപ്പെട്ട സഹോദരിയുടെ അടുത്തിരുന്നുകൊണ്ട് അദ്ദേഹം പാടിയ പാട്ടാണ് നമ്മളൊക്കെ കേട്ടുപാടുന്നത്. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ, നമ്മെ വിളിച്ചവൻ ഉണ്മയുള്ളോ, കൺമണി പോലെ കാത്തിടുമേ, അന്ത്യം വരെ പഴുതാതെ അവൻ താങ്ങി നടത്തിലും തൻ കരത്ത. കരവരും പാടുന്ന പാട്ടാണ് നമ്മളത്. പക്ഷെ അദ്ദേഹം പാടിയപ്പോഴാണ് നോക്കുന്നത്. ആ പാട്ട് മുഴുവൻ പാടി അവരിന്നോട് ആത്മപ്രചോദനായി പാടി എഴുന്നേറ്റ് വരുമ്പം കഥകിനര പൊട്ടുന്ന ശബ്ദം അദ്ദേഹം അത് നോക്കിയപ്പോൾ ഒരു മൺചട്ടിക്കകത്ത് കുറച്ച് അരിയും അതിനകത്ത് കുറച്ച് രൂപായി മറ്റുള്ള ഒരു സ്ത്രീ അവിടെ നിൽക്കുകയാണ്. ദൈവം എന്നോട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് കൊണ്ടുതരാൻ. ദൈവം എന്നോട് പറഞ്ഞു, ഇത് കൊണ്ടുതരാൻ. അദ്ദേഹം അതൊക്കെ പറയുന്നത് ഞാൻ കേട്ടവർ അക്ഷരാർത്ഥത്തിൽ അറിഞ്ഞു പോയിട്ടുണ്ട്. ദൈവക്രിസ്തു നമ്മെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ, കൺമണി പോലെ സ്തോത്രം ഇല്ല, പതർത്തില്ല. ഇത് അനുഭവിച്ചവർക്കാണ് ഞാൻ ഈ പറഞ്ഞത്. അതുകൊണ്ടാണ് എനിക്ക് കരച്ചിൽ വന്നത്. എൻ്റെ അച്ചാച്ചനെ നല്ലോണം അറിയാവുന്നതല്ല നീലമ്മ. ഞങ്ങളുടെ വീട്ടുകാർക്കെല്ലാം ഞങ്ങളൊരു വീട് പോലെ കഴിയുന്നവരാണ്. ഞങ്ങളൊരു ഇടവകയാണ്, ഒരേ ആത്മീക ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. അവിടുത്തെ അച്ഛനാണ് എന്നെ മാമോദിസ മുക്കിയത്. അതുപോലെ ഞങ്ങൾ നിങ്ങളുടെ നാട്ടിൽ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ സാക്ഷ്യം വഹിക്കുന്ന പ്രിയപ്പെട്ട കുടുംബങ്ങളാണ് ഞങ്ങളുടെ കുടുംബം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പിതാവ് ചെറിയ ബിസിനസ് ഒക്കെ ചെയ്ത് ജീവിച്ചതാണ്. പിതാവിന് വേലക്കായിട്ട് ഇറങ്ങി തിരിച്ചു. ആരും സപ്പോർട്ട് ചെയ്യാനില്ല. ഞങ്ങളുടെ വീട്ടിലെ ആളുകളെ കുറിച്ച് പറഞ്ഞ എല്ലാം പറയും, ഇന്നൊക്കെ അമേരിക്കയിലുണ്ട്, വേൾഡിലുണ്ട്, അവിടെ എല്ലാം ഉണ്ട്. പക്ഷെ ഒരുത്തന്നെയും അടുത്ത ചെന്ന് കൈ നീട്ടാൻ ഇടയാക്കിയിട്ടില്ല. 5-6 ദിവസം വീട്ടിൽ പട്ടിണി കിടന്നിട്ടുണ്ട് ഞങ്ങൾ. ആ പട്ടിണി കിടക്കുമ്പോഴും പാട്ട് ഉറക്കം പാടും. എൻ്റെ അമ്മ സാധുവായ സ്ത്രീയാണ്. പക്ഷെ വിശ്വാസത്തിന്റെ ആശ്രയത്തിന്റെ പാഠം ശരിക്കും പഠിപ്പിച്ച ഒരു അമ്മയാണ് എൻ്റെ അമ്മ. ഞാൻ വലിയ സദസ്സിലൊന്നും അനുഭവങ്ങൾ പറയാറില്ല. നീ ഇവിടെ പറയുന്നത് എനിക്ക് മടിയില്ല. കാരണം എന്നെ അറിയുന്നവരൊക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പഠിക്കുന്ന കാലമാണ്. പട്ടിണിയാ വീട്ടിൽ 4-5 ദിവസം പട്ടിണിയാകുമ്പോഴേ ഞങ്ങൾ സ്കൂളിൽ പോകും. ആരും അറിയില്ല. എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ ശക്തിയാണ്. ഞാനാണ് വീട്ടിലെ മൂത്തയാണ്. 6ാമത്തെ ദിവസം വീട്ടിൽ വരുമ്പോൾ ഞാൻ ചോദിച്ചു, തിരിച്ചറിഞ്ഞല്ലേ അമ്മ, ഇന്നും ഭക്ഷണമൊന്നും കിട്ടിയില്ലല്ലേ, അച്ഛനൊന്നും കൊണ്ടുവന്നില്ലല്ലേ? ഓക്കെ, ഇല്ല മതി. അപ്പൊ നോക്കിയപ്പോ ഒരു ചെറിയ ഡെസ്ക് ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ, പഠിക്കാനൊക്കെ കൂടെ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഡെസ്കാണ്. അതിന്റെ മുകളിൽ 4 ഗ്ലാസ് വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ട്. തിളപ്പിച്ചാർച്ച വെള്ളമാണ്. എന്നിട്ട് 4 പേരെയും കൂടെ, ഞങ്ങൾ 4 മക്കളാണ്, 4 പേരെയും കൂടെ അമ്മച്ചി ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് അമ്മ ആ വലതുകാരം കൊണ്ട് ഈ ഗ്ലാസിന്റെ മുകളിലോട്ട് വെച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് 5 ദിവസം കഴിഞ്ഞു. ഈ വെള്ളം ഞാൻ പ്രാർത്ഥിച്ചു കൊടുക്കുക, ഇത് അമൃതം തുല്യമാക്കി അവർക്ക് കൊടുക്കണമേ. ഇളയവൻ തുടങ്ങി മൂത്തവൻ വരെ അത് തന്നു. ഇതുപോലെ രുചികരമായ ഒരു പാനീയം എൻ്റെ ആയുസ്സിൽ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. പല രാജ്യങ്ങളിൽ നിന്നും എല്ലാം വിലയേറിയ ഡ്രിങ്ക്സ് ഒക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഡ്രിങ്ക്സ് എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കരുത്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ്. പക്ഷേ ഇതുപോലെ രുചികരമായി കഴിച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം വീട്ടിൽ ചാക്ക് കണക്കിന് ഭക്ഷ്യവസ്തുക്കൾ കൊണ്ട് തന്നത് ഞാൻ ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ, പതറില്ല, കുതറില്ല, പിന്മാറിപ്പോവില്ല. ഇതുപോലെ കൊള്ളാവുന്ന ഒരുത്തൻ വേറെയില്ല. ആശ്രയിക്കാൻ 55 വർഷത്തെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ വിളിച്ചു പറയുന്നത്, ഇതുപോലെ ചാരാൻ ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരുത്തനില്ല. സൈന്യങ്ങളുടെ യഹോവേ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഒരിക്കലും
ഉതറാൻ ഭഗവാൻ ഒരിക്കലും അവൻ സമ്മതിക്കുന്ന ദൈവം. നമ്മുടെ ആശ്രയം എത്രമാത്രം ആഴമുണ്ടോ, എത്രമാത്രം സുതാര്യമാണോ, എത്രമാത്രം നിഷ്കളങ്കമാണോ, റിസൾട്ട് 100% അർത്ഥവത്തായി കിട്ടും, പെർഫെക്റ്റ് ആയിരിക്കും. നമ്മുടെ ഭാഗത്ത് നിന്ന് വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് നാം ഇറങ്ങണം, ആശ്രയം പൂർണ്ണമാകണം. ബാക്കിയെല്ലാം തമ്പുരാൻ നോക്കിക്കൊള്ളും. അതിനവൻ ശക്തൻ തന്നെയാണ്. ആശ്രയിക്കുന്ന ഒരുത്തരും കുലുങ്ങിപ്പോകാൻ സമ്മതിക്കത്തില്ല. 2 യെശയ്യാപ്രവചനം 26-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. യെശയ്യാപ്രവചനം 26-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഒരാൾ വായിച്ചാട്ട്. നമുക്ക് എല്ലാം കൂടെ ഒന്ന് പറയാമോ? സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യു ആർ കെപ്റ്റ് ഇൻ പെർഫെക്റ്റ് പീസ്. അവിടെ പറഞ്ഞിരിക്കുന്നതാണ്, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ, ആ വാക്ക് ഓർക്കണം, പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. നാം ജീവിക്കുന്ന ഒരു കാലം ഏത് വിധത്തിൽ ജീവിക്കുന്നവരായാലും, ഏത് തസ്തികയിൽ ജീവിക്കുന്നവരായാലും, ഏത് ബാക്ക്ഗ്രൗണ്ടിൽ ജീവിക്കുന്നവരായാലും സ്വൈര ജീവിതം സാധ്യമല്ല എന്ന് തോന്നുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയാൽ മടങ്ങി വരുന്നവരെ അമ്മയുടെ മനസ്സിൽ തീയാണല്ലേ, പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ ചോദിക്കേണ്ട. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും സുരക്ഷിതമല്ല ഈ കാലം. സ്വസ്ഥതയില്ല, സ്വൈര്യതയില്ല. സമ്പന്നത ഒരു ഭാഗത്തുണ്ട്, അക്യുമുലേറ്റഡ് വെൽത്ത് നമുക്കുണ്ട്. അതൊന്നും നമുക്ക് മനസ്സിന് സമാധാനം തരാൻ പോരുന്നതല്ല. ഒരു ഇൻസെക്യൂർ ഫീലിംഗ് ആണ് നമുക്കൊക്കെ. ഞാൻ ഉൾപ്പെടെ, എന്നെ ഉൾപ്പെടെ, എല്ലാവരും ഉൾപ്പെടെയാണ് പറയുന്നത്. നമ്മുടെ സോഷ്യലി നാം അനുഭവിക്കുന്നത്, ഇക്കണോമിക്കലി, റിലീജിയസ്ലി, ഇതെല്ലാം ഈ മേഖലകളെല്ലാം നോക്കിയാൽ ഒരു അസ്വസ്ഥത രൂപപ്പെടുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു. വെല്ലുവിളികളോട് നാം ജീവിക്കുന്നു. പണ്ട് കൂട്ടായ്മക്കാർ പാടിയൊരു പാട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞതിന് വെളിച്ചത്തിൽ കൂട്ടായ്മ പാടിയതൊന്നും ഇല്ലല്ലോ. കൂട്ടായ്മക്കാരുണ്ടായിരുന്നു, ഇപ്പൊ പാടിയത് എന്തോ ഞാൻ പാടാം, ഞാൻ കൂട്ടായ്മക്കാരനാണ്. അമ്മേ എന്താ അറിയാമോ, നിങ്ങളൊക്കെ പാടിയിട്ടുള്ളതല്ലേ? ഒരു അമ്മയൊക്കെ പാടിയിട്ടുണ്ടോ? ഒരു പാട്ടുമൊക്കെ ഇങ്ങോട്ട് പാടിയാണല്ലോ. അമ്മയൊക്കെ അല്ലലിയ പറഞ്ഞ അന്നെത്തും, അവിടെ പറഞ്ഞ പാടിയിലെത്തും. അതുപോലെ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചവരൊക്കെയാണ്. സമാധാനമില്ല ഭൂമിൽ, അറിയാമോ? അനുദിനം നീലവിളി പടർന്നുയരുകയായി തരണി തന്നിൽ. ദൈവത്തിൻ പൈതങ്ങൾക്കാനന്ദം ധരണിയിൽ ക്ലേശിപ്പല്ലേ വാലേശം സാധ്യമല്ല. ദൈവത്തിൻ പൈതങ്ങൾക്കാനന്ദം ധരണിയിൽ ക്ലേശിപ്പല്ലേ വാലേശം സാധ്യമല്ല. കാവേളം കാതുകളിൽ കേട്ടില്ല ദൂതമീനകൾ മീട്ടി. മതി 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 മതി, നിങ്ങളുടെ ഞരക്കം കേട്ടപ്പോഴേ മതിയായി. ഇങ്ങനെ അങ്ങോട്ട് പാടിപ്പോയാൽ ഞങ്ങളുടെ സമയത്ത് നിർത്താൻ പറ്റത്തില്ല. ഇനി കണ്ടുപോയിട്ട് ഒരു വഴി പറയണ്ടായിരുന്നു. സമാധാനമില്ല, ഉണ്ടോ? ഇല്ല. എത്ര പേർക്ക് ധൈര്യമായിട്ട് പറയും ഞാൻ സമാധാനത്തിലാണ് ജീവിക്കുന്നത്? പള്ളി ഇരിക്കുമ്പോഴൊക്കെ ഉണ്ട്, അതുകൊണ്ടല്ലേ ഉറങ്ങുന്നേ. പള്ളിയിൽ ഇരിക്കുമ്പോൾ സമാധാനം ഉള്ളതുകൊണ്ടല്ലേ ഉറങ്ങുന്നേ. അല്ല, അങ്ങനെ ഉറക്കുന്നവർ എനിക്ക് ഫീസ് തരണം. ഡയസപ്പാം പിൽസ് കഴിച്ചാൽ ഉറങ്ങാത്തവരെവിടെന്ന് ഉറങ്ങുന്നത്. അവരെ നിങ്ങളെ ഉറക്കുന്ന ഞങ്ങൾക്ക് ഫീസ് തരണം, അച്ഛന് കൊടുക്കണം. അച്ഛനെ കുർബാന ഇടയ്ക്ക് നിങ്ങൾ ഉറങ്ങും, അതുകൊണ്ട് കൊടുത്തു ഞങ്ങൾക്ക് ഫീസ് ഉണ്ട്. കൺസൾട്ടിങ് ഫീസ് ഞങ്ങൾ വെക്കില്ല. എന്താ നനച്ചാ? ഓ, അകത്തിന് നോട്ടം കണ്ട കൊള്ള. ഈ പുള്ളിയെ ഇവിടെ കുറച്ച് നാൾ ഇരുത്തിയാൽ ഞങ്ങളൊന്ന് ശരിയായേനെ എന്നാണ് അകച്ച്. എന്താണ് സമാധാനം? നോർമലി ഈ സമാധാനം എന്നതുകൊണ്ട് നമ്മൾ വിവക്ഷിക്കുന്നത് എന്താ സമാധാനം? നല്ല സമാധാനം എന്ന് പറയുന്നത് എപ്പോഴാണ്? മാർക്കറ്റിലെല്ലാം ലഭിക്കും, കാശെല്ലാം ബാങ്കിലുണ്ട്, രോഗമില്ല, ദുഃഖമില്ല, കഷ്ടമില്ല, സങ്കടമില്ല, വിലക്കയറ്റമില്ല, പലിശയുടെ ഇത്ര കൂടിയിട്ടുണ്ട്,
ആ ബാങ്കിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തെ ആ ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊണ്ടുപോയിട്ട് റിന്യൂ ചെയ്ത് വരുമല്ലോ ഇറങ്ങി, അന്നേരത്തെ ആ മുഖത്തിന്റെ ഒരു സന്തോഷമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അത് എടുത്തു വെച്ച് നോക്കുമല്ലോ, എക്സ്പയറി ഡേറ്റ് ആയോ, അല്ല റിന്യൂവൽ ഡേറ്റ് ആയോ, എക്സ്പയറി അല്ലല്ലോ, റിന്യൂവൽ ഡേറ്റ് ആയോ നോക്കത്തില്ലേ. ആ ഡെപ്പോസിറ്റ് എല്ലാം കൂടെ കാണുമ്പോൾ എന്തൊരു സന്തോഷമല്ലേ, എന്തൊരു സംതൃപ്തി, എന്തൊരു സന്തോഷമാണ്. പിന്നെ നിങ്ങൾ സഹോദരിമാരാണെങ്കിൽ ലോക്കർ ഇടയ്ക്ക് നോക്കി, ചില നോക്കാനല്ലേ പറ്റുള്ളൂ, അത് നോക്കിയിട്ട് അതെല്ലാം കൊണ്ട് ഇങ്ങോട്ടൊന്ന് എടുത്തൊന്ന് നോക്കി പിന്നെ അതിനകത്തോട്ട് വീണ്ടും വെച്ചേച്ച് ഇറങ്ങി വരുമ്പോഴത്തേക്ക് അവിടെ തന്നെ ഉണ്ടല്ലോ സന്തോഷം, സമാധാനം. ഇട്ടോണ്ട് നടക്കാൻ വേണ്ടി ആമ്പിള്ളേർ കൊണ്ടുപോകും, ഇട്ടോണ്ട് നടക്കത്തില്ല, കാണത്തേ കാണുകയും ചെയ്യാനോ, കാണുന്നത് തന്നെ ഒരു സുഖം അല്ലേ, അതാണ് സമാധാനം. അതായത് സാഹചര്യങ്ങളെല്ലാം അനുകൂലമാകുമ്പോൾ മനുഷ്യ മനസ്സിന് ലഭ്യമാകുന്ന ശാന്തതയ്ക്കാണ് നമ്മൾ പറയുന്ന പേര് സമാധാനം. സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ മനുഷ്യ മനസ്സിന് ലഭ്യമാകുന്ന ശാന്തതയ്ക്കാണ് സാധാരണ കൊടുക്കുന്ന പേര് സമാധാനം. എന്നാൽ എന്റെ കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക്, my peace I give to you. എന്റെ സമാധാനം. What is my peace? എന്റെ സമാധാനം എന്ത്? എന്റെ സമാധാനം എന്ത്? ഇളകുന്ന കടൽ, അടിക്കുന്ന കാറ്റ്, ആടുന്ന വഞ്ചി. ഇളകുന്ന കടലിൽ, അടിക്കുന്ന കാറ്റിൽ, ആടുന്ന വഞ്ചിയിൽ അമരത്ത് തലയിട വെച്ച് കിടന്ന് ഉറങ്ങിയപ്പോൾ അരുമനാഥൻ അനുഭവിച്ചൊരു സ്വസ്ഥതയുണ്ടല്ലോ, അതാണ് എന്റെ സമാധാനം. പ്രക്ഷുബ്ധമായ ജീവിതാനുഭവങ്ങൾ, വിസ്തരിക്കാൻ പറ്റാത്തത് ആത്മീയ ജീവിതയാത്രയിൽ ഭവിക്കുമ്പോൾ അതിന്റെ നടുവിൽ അനുഭവിക്കാൻ കഴിയുന്ന ഒരു മാനസിക സ്ഥിതിയുണ്ട്. അതിന്റെ പേരാണ് എന്റെ സമാധാനം. ആര് പറഞ്ഞതാണ്? യേശു പറഞ്ഞതാണ്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തായിരുന്നാലും അവിടെ അനുഭവവേദ്യമാകുന്ന ഒരു മനുഷ്യ മനസ്സിന്റെ അവസ്ഥയുണ്ട്. അപ്പോൾ ഞാൻ ചുരുക്കി പറയാം, എന്തല്ല എന്താണ് സമാധാനം? സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ മനുഷ്യ മനസ്സിന് ലഭ്യമാകുന്ന ശാന്തതയല്ല പ്രത്യുത, പ്രക്ഷുബ്ധമായ ജീവിത ചുറ്റുപാടുകളിൽ സാഹചര്യങ്ങളുടെ നടുവിൽ മനുഷ്യ മനസ്സിന് പ്രാപ്യമാകുന്ന സ്വസ്ഥതയാണ് സമാധാനം. എന്റെ സമാധാനം. ഒന്നുകൂടെ പറയാം, സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ മനുഷ്യ മനസ്സിന് ലഭ്യമാകുന്ന ശാന്തതയല്ല, പിന്നെയോ സാഹചര്യങ്ങൾ പ്രക്ഷുബ്ധമാകുമ്പോൾ, എല്ലാം പ്രതികൂലമാകുമ്പോൾ മനുഷ്യ മനസ്സിന് പ്രാപ്യമാകുന്ന സ്വസ്ഥത, അതാണ് സമാധാനം. അതുകൊണ്ടാണ് അന്നത്തെ പാടുന്നത്. എന്ത് പാടുന്നത്? ഏതാ പാടണ്ടേ? പടകിൽ അടിച്ചമ്മ അല്ലേലോരൽപ്പവുമില്ലെനിക്ക്, അലകൾ അല്ലേലോരൽപ്പവുമില്ലെനിക്ക്, ആഴിയും കുഴിയും നിർമ്മിച്ച നാഥൻ അഭയമായ ആഴിയും കുഴിയും നിർമ്മിച്ച നാഥൻ അഭയമായ വിശ്വാസ ജീവിത പടകിൽ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ, വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്വാസനായകൻ യേശുവെ നോക്കി മൂന്നാമത് ഈ ഭാഗ്യമെന്ത്? ആശ്രയിക്കുന്നവരുടെ ഭാഗ്യമെന്ത്? 22-ാം സങ്കീർത്തനം 4-ാം വാക്യം. സങ്കീർത്തനങ്ങൾ 22:4. നിങ്ങൾ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. 3, ആശ്രയിക്കുന്നവരുടെ ഭാഗ്യാവസ്ഥ. ആശ്രയിക്കുന്നവർക്ക് വിടുതലുണ്ട്. ആശ്രയിക്കുന്നവർക്ക് വിടുതലുണ്ട്. ദൈവത്തിന് വചനം പറയുന്ന, ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു, അവരാശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. ആശ്രയിക്കുന്ന ഭക്തന് വിടുതലുണ്ട്.
എങ്ങനെയും എവിടെ നിന്ന് എവിടെയും എപ്പോഴും തന്നിൽ ആശ്രയിക്കുന്ന തന്റെ ഭക്തനെ എപ്പോഴും ഏത് വിധത്തിലും എവിടെ നിന്നും എങ്ങനെയും വിടുവിക്കാൻ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ പക്കൽ പദ്ധതിയുണ്ട്. അത് ഓരോ വ്യക്തിക്കും വ്യത്യസ്തങ്ങളായിരിക്കും. നമ്മുടെ ആളത്വം വ്യത്യസ്തമായിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വ്യത്യസ്തങ്ങളായിരിക്കും. ഒരാളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചതുപോലെ മറ്റൊരാളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെന്ന് ശഠിക്കരുത്. അത് അനുകരിക്കുകയും വരുത്. ആ അനുകരിക്കുന്നതും അനുകരണീയമായ പ്രതീക്ഷയുമാണ് നമ്മുടെ ജീവിതത്തിൽ നിരാശ ഉണ്ടാക്കുന്നത്. ഞാൻ ഇവരിൽ വ്യത്യസ്തനാണ്. ഞങ്ങൾ ഒരേ മിനിസ്ട്രിയാണ് ചെയ്യുന്നത്. വി ആർ ഡിഫറെന്റ്. അവർ ടാസ്ക്സ് ആർ ഡിഫറെന്റ്. അവർ പേഴ്സണാലിറ്റീസ് ആർ ഡിഫറെന്റ്. ടെമ്പറമെന്റ്സ് ആർ ഡിഫറെന്റ്. അപ്പൊ വ്യത്യസ്തമായ വ്യക്തികളിലൂടെ വ്യത്യസ്തമായ തരത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് പോലെ വ്യത്യസ്തമായ വ്യക്തിത്വങ്ങളിൽ വ്യത്യസ്തമായ രീതിയിൽ ദൈവം പ്രവർത്തിക്കും. അത് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ മനസ്സ് പാകമാകണം. അത് അക്സെപ്റ്റ് ചെയ്യുന്നതിനുള്ള മെച്ചൂരിറ്റി നമുക്കുണ്ടാകണം. നിരാശപ്പെടേണ്ടി വരില്ല. ദൈവത്തിന് സ്തോത്രം. ആശ്രയിക്കുന്നവർക്ക് വിടുതലുണ്ട്. എങ്ങനെ വിടുവിക്കുന്നേ? എങ്ങനെയും വിടുവിക്കും. തീച്ചൂള വരുമ്പോ തീച്ചൂള കെടുത്തിയിട്ട് വിടുവിക്കുന്ന നമ്മുടെ പരിപാടി അല്ലേ? തീച്ചൂള കെടുത്തിയിട്ട് വിടുവിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി അങ്ങനല്ല. എങ്ങനെ ദൈവത്തിന്റെ പദ്ധതി? തീച്ചൂളയുടെ അപ്പൊ ഞാനൊരു കാര്യം കൂടെ പറയാം. There are two types of deliverance. രണ്ട് തരത്തിലുള്ള വിടുതലുണ്ട്. ഒന്ന് ഡെലിവറൻസ് ഇൻ പ്രോബ്ലംസ് ആൻഡ് ഡെലിവറൻസ് ഫ്രം പ്രോബ്ലംസ്. ഒന്നുകൂടെ, ഡെലിവറൻസ് ഇൻ പ്രോബ്ലം ആൻഡ് ഡെലിവറൻസ് ഫ്രം പ്രോബ്ലം. നമുക്ക് സ്വാഭാവികമായ ആഗ്രഹമുള്ളത് തന്നെയാണ് പ്രതിസന്ധി വരുമ്പോൾ അത് മുഴുവനായിട്ട് മാറ്റിക്കളഞ്ഞ് അതിൽ അങ്ങനെ വിടുവിക്കുന്ന ഒരു ദൈവത്തെ നമുക്കറിയാം. അഗ്നിയാണെങ്കിൽ അഗ്നി കെടുത്തി കളയണം. അത് നമ്മുടെ ചിന്തകളാണ്. പക്ഷെ ദൈവം ചെയ്യുന്നത് എങ്ങനെയാണ്? രണ്ടു തരത്തിൽ വിടുവിക്കും. പ്രതിസന്ധി മാറ്റിത്തന്ന് വിടുവിക്കും. എപ്പോഴാണെന്നറിയാമോ? അത് പ്രതിസന്ധി അതേപടി മാറ്റിത്തന്ന് നമ്മെ വിടുവിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? എന്തിനു വേണ്ടിയെന്നറിയാമോ? വിശ്വാസികൾ പറ. നമ്മൾ ശിശുക്കളായിരിക്കുമ്പോൾ, ആത്മീയത്തിൽ ശിശുക്കളായിരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ ഉറപ്പിനായി എന്തോ ചെയ്യുന്നറിയാമോ? നമ്മെ കൈപിടിച്ച് നടത്തും. കയ്യിലെടുത്ത് മാറോട് ചേർത്ത് വഹിച്ചുകൊണ്ട് കൊണ്ടുപോകും. ഇതൊരു വാക്യമാണ് ഞാൻ പറഞ്ഞത്. ആർക്ക് പറയാം? സമയം പോയി, സമ്മാനം പോയി. ചോദിക്കുന്നത് പറയണം. യശയ്യാപ്രവചനം 40 വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? ഒരിടയനെ പോലെ അവൻ തന്നെ ജനത്തെ നയിക്കുന്നു. കുഞ്ഞാടുകളെ പുറത്തിലെടുത്ത് മാനത്തിൽ ചേർത്ത് വഹിക്കുന്ന തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യുന്നു. കുഞ്ഞാടുകളെ എങ്ങനെ ഭുജത്തിലെടുത്ത് എന്ന് പറഞ്ഞാൽ, കുഞ്ഞാടെന്ന് പറഞ്ഞാൽ നമുക്ക് ആത്മീയജീവിതത്തിൽ ശിശുക്കൾ, ഇപ്പോൾ ജനിച്ച ന്യൂ ബോൺ ബേബ്സ്, ആത്മീയജീവിതത്തിൽ ഇപ്പോൾ ജനിച്ചതായിരിക്കുന്ന ശിശുക്കൾ. അവരെ എന്ത് ചെയ്യും? ഭുജത്തിലെടുത്ത് മാറിടത്തിൽ ചേർത്ത് അങ്ങനെ വഹിക്കും. പക്ഷേ തള്ളകളെയോ? തള്ളകൾ നടത്തുകയല്ല, നടത്തും. അവൻ നടത്തും. തള്ളകൾ നടക്കുകയല്ല, അവൻ നമ്മെ നടത്തും. എങ്ങനെ? കരങ്ങളെ പിടിച്ച് നടത്തും. ദൈവത്തിന്റെ സ്തോത്രം. അവൻ വിടുവിക്കും. എങ്ങനെയും വിടുവിക്കും. നമുക്ക് ഒരു കാര്യം മാത്രം ഡെലിവറൻസ് ഇൻ പ്രോബ്ലം പറഞ്ഞത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ശദ്രക് മേശക് അബേദ്നെഗോയുടെ കാര്യം എടുക്കാം. തീച്ചൂള ഇല്ലേ? തീച്ചൂളയുണ്ട്, ഇടാൻ പോവുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? 3 ദിവസത്തെ കഠിന ഉപവാസം. ായിക്കൂടെ ശക്തി കൂടണം. കഠിന ഉപവാസം. ഇണ്ടത്തിൽ ഇട്ടുപൂദേശി വരുത്തണം. പുള്ളി വന്നാലേ ശരിയാക്കുന്നു. അച്ഛന്മാരൊന്നും പ്രാർത്ഥിച്ചാൽ ശരിയാകത്തില്ല. ആരും അറിയാതെ പുള്ളിയെ വരുത്തും. ഇതിനാ പുള്ളി ഭാവിച്ച വായിക്കാത്ത അതെല്ലാം ഇത് ഭാവിച്ചിട്ടെല്ലാം കൂടെ കളയണം. അതിന് ദൈവം തമ്പുരാൻ അങ്ങനെ ഒരു സ്പെഷ്യലിസ്റ്റ് ലോകത്തിലാക്കിയിട്ടില്ല. കാണിക്കുന്നതെല്ലാം പേക്കുകളാണ്. വെറും അഭിനയങ്ങളാണ്. എന്റെ ജീവിതത്തിൽ കൂടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നത് ഞാൻ ഇങ്ങനെ ശുശ്രൂഷിച്ചോണ്ട് നിന്നാൽ മതി. വചനമായി സൗഖ്യമാക്കും. എന്റെ ശുശ്രൂഷയുടെ നടുവിൽ സൗഖ്യമായവരുണ്ട്. പ്രസംഗിച്ചോണ്ട് നിൽക്കുന്നവരെ സൗഖ്യമായവരുണ്ടെന്നേ. സ്തോത്രം. ഭൂതം പോയവരുണ്ട്, വിട്ടുമാറിയവരുണ്ട്. ഞെട്ടലോടെ വന്നിരുന്നവർ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചവരുണ്ടെന്ന്. അവൻ വചനമായി സൗഖ്യമാക്കുന്നവനാ. ഞാൻ എന്റെ കയ്യിലെ കൊടിക്കൈകൾ എടുക്കേണ്ട കാര്യമില്ല. അവന്റെ ശക്തി എന്നിലൂടെ വ്യാപരിക്കണം. ഞാനൊരു ഇൻസ്ട്രുമെന്റ് ആണ്, ഞാനൊരു മീൻസ് ആണ്, ഞാനൊരു മീഡിയയാണ്.
എനിക്ക് പോസ്റ്റ് ചെയ്യാൻ ഒന്നുമില്ല. എന്റെ അനുവനാഥന്റെ ശക്തി എന്നിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതിനൊരു കൃപാ മുഖാന്തരമാണ് ഞാനെന്ന് പറയുന്ന വ്യക്തി. ഞാൻ ഏതുമല്ല എന്ന് ഞാൻ ഇത് സമ്മതിക്കുമോ അന്ന് മാത്രമേ എന്നിലൂടെ ദൈവത്തിന് എന്തെങ്കിലും പ്രവർത്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മിടുക്കും കഴിവും നമ്മുടെ സാമർഥ്യമൊന്നുമല്ല. അവർ 3 പേരും പറഞ്ഞു മാട. ആ മണ്ടൻ രാജാവ് ചോദ്യം ചോദിച്ചു. ആരാ? ചോദ്യം ആർക്കറിയാം? എരുപടി ഞാൻ അച്ഛന്റെ സമ്മാനം കൊടുക്കാം. പോയി, സമയം പോയി, സമ്മാനം പോയി. 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം എന്താ? നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ ആര്? ഒരു ചോദ്യമാണ്. നല്ല വലിയൊരു പ്രസംഗം. അത് 1.5 മണിക്കൂറത്തെ പ്രസംഗം. നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവനാണ്. ഈ 3 പിള്ളേര് നിങ്ങൾക്കറിയാം അവർക്ക് എത്ര വയസ്സുണ്ടെന്ന് അറിയാം? ഏകദേശം കൂടി വന്ന് 18 വയസ്സല്ലേ 19 വയസ്സാണ്. ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോ ദാനിയൽപ്പുഴത്തിന് ഞങ്ങളുടെ ബൈബിൾ സ്റ്റഡി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ 18 വയസ്സ് 19 വയസ്സ് മാക്സിമം. ആ കുഞ്ഞുങ്ങളോട് പറയുകയാണ്, നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവനാണ്. ആ കുഞ്ഞുങ്ങള് തകർന്നു പോയോ? അവർ മനസ്സിൽ ചഞ്ചലപ്പെട്ടോ? അവർ ഉറച്ചു നിന്നുകൊണ്ട് രാജാവിന്റെ മുഖത്തോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു, നെബൂഖദ്നേസരേ, ഇതിന് ഉത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവം. ഞങ്ങളിപ്പോ നിന്റെ ചെലവിലാ കഴിയുന്നത്, പക്ഷെ ഞങ്ങൾ ദൈവത്തെ സേവിക്കുന്നവരാ. ഓ, എന്തൊരു ചങ്കൂറ്റം നോക്കണേ. ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിക്കുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും, അടുത്തത്, രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. അഥവാ വിടുവിച്ചില്ലെങ്കിലും നീ നടത്തിയിരിക്കുന്ന ഈ ബിംബത്തെ നമസ്കരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അവരുടെ ഇന്നർ കൺവിക്ഷൻ ഡിക്ലെയർ ചെയ്തു. തിന്മയുടെ ശക്തിയോട് അനുരഞ്ജനം ചെയ്ത് ജീവിക്കാതെ നന്മയോടൊത്ത് മരിക്കുന്നതാണ് വി പ്രിഫർ. നന്മയോടൊത്ത് മരിക്കട്ടെ. തിന്മയോടൊത്ത് അനുരഞ്ജനം ചെയ്ത് ലോകത്തിൽ ജീവിക്കണ്ട. നന്മയോടൊത്ത് മരിക്കണം. സ്വർഗം പോലും നിറച്ചു കാണുന്നത്. സ്വർഗം അതിന് പ്രവർത്തിച്ചു. അന്നേരം തന്റെ പുത്രനെ അവരുടെ ഇടയിലേക്ക് അയച്ചു. നമ്മൾ വായിക്കുന്നതല്ലോ എന്താ കണ്ടേ? 4ാമതൊരുവൻ കെട്ടടിഞ്ഞ് അവരുടെ ഇടയിൽ നടക്കുന്ന കാഴ്ച ആര് കണ്ടു? രാജാവ് കണ്ടു. സ്തോത്രം. വലിച്ചെറിയപ്പെടുന്നത് നീ അറിയത്തില്ലായിരിക്കാം, കാണില്ലായിരിക്കാം. നിന്നെ കുറിച്ച് സ്വർഗത്തിന് മുന്നമേ പദ്ധതി ഉണ്ടെങ്കിൽ നിനക്ക് ഇൻഫർമേഷൻ തരാറുണ്ട്. ദൈവഹിതത്തിന് വേണ്ടി ഈ ലോകത്തിൽ ജീവിക്കുന്ന, ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവഭക്തരെ നിങ്ങൾക്ക് വേണ്ടി വിടുതലിന്റെ വഴിയൊരുക്കി നിന്റെ അരികത്തേക്ക് ഇറങ്ങി വരാൻ അയക്കാൻ ശക്തനായ ഒരു കർത്താവ് ജീവിക്കുന്നു. ഒരു ദൈവം ജീവിക്കുന്നു. വിശ്വസിക്കുന്ന ഒരു സ്തോത്രം പറഞ്ഞാൽ സ്തോത്രം വരത്തില്ല. എനിക്കറിയാം. കാരണം വിശ്വാസം ഉണ്ടായാലേ സ്തോത്രം വരത്തുള്ളൂ. ഒന്നാം സമയം ആയില്ല. ദൈവത്തിന് സ്തോത്രം. കാരണം ദഹിക്കത്തില്ലല്ലേ? അങ്ങനെ പാല് തരേണ്ട പ്രായം കഴിഞ്ഞു. 19 ഇപ്പൊ നല്ല ഒന്നാന്തരം ബിരിയാണിയാണ് തരുന്നത്. ഇരിക്കുകയോ? ഇപ്പോഴും നമ്മൾ ടീസ്പൂൺ ക്രിസ്ത്യാനികളായിട്ടിരിക്കുക. ടീസ്പൂണിനകത്ത് പോയി കൊടുക്കണം. കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാകേണ്ടവരാ നിങ്ങള്. ഇപ്പോഴും ആദിവാദം പറഞ്ഞാൽ നിൽക്കുക. ജെയിംസ് അച്ഛനും ജോർജ് വർഗീസത്തിനും ടീസ്പൂൺ കൊണ്ട് പോയി തരണം എല്ലാ ഞായറാഴ്ചയും. വേറെ ഒന്നുമില്ല. അത് കേൾക്കാനിരിക്കുക. 15 മിനിറ്റ് ഇത് കഴിഞ്ഞ് തീർന്നു. ക്ഷമിക്കണം, ഞാൻ വിമർശിച്ച് പറഞ്ഞതല്ല. അച്ഛന്മാരെ ആത്മാവെന്ന് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. മോയമില്ലാത്ത പാലെല്ലാം കുടിക്കുന്ന കട്ടിയുള്ള ആഹാരം ഇത് കഴിക്കണം. ദൈവത്തിന് സ്തോത്രം. കെട്ടടിഞ്ഞ് അവരുടെ നടുവിൽ നടക്കുന്ന കർത്താവിനെ അവരുടെ അഗ്നിജ്വാല ദഹിപ്പിച്ചില്ല, ദഹിക്കാൻ സമ്മതിക്കത്തില്ല. വിശ്വസിക്കേ, അവൻ വിടുവിക്കുന്ന ദൈവമാണ്. നോക്കുമ്പോൾ അഗ്നിയുണ്ട്, പക്ഷെ ദഹിച്ചില്ല. എന്തുകൊണ്ട്? എബ്രായരുടെ കർത്താവ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആർക്കും അറിയാം. എബ്രായരുടെ കർത്താവ് 11-ാം അധ്യായത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വിശ്വാസത്താൽ അവർ തീയുടെ ബലം കെടുത്തു. തീയുടെ ബലം കെടുത്തു. 35-ാം വാക്യമാണ് എന്റെ ഓർമ്മ. വാളിന്റെ വായ്ക്ക് തെറ്റി ഈർച്ചകളെ അകപ്പെട്ടു. തീയുടെ ബലം കെടുത്തു. തീയുടെ ബലം എന്താ നമ്മളെ അറിയത്തില്ലേ? പിന്നെ എങ്ങനെ കുക്ക് ചെയ്യുന്നേ? തീയുടെ ബലം എന്താണ്? ചൂടാ. ഈ ഫ്ലെയിം കാണാനാണോ കത്തിക്കുന്നത്? അല്ല. പിന്നെന്തിനാ ആ ചൂട് കൊണ്ട് കുക്ക് ചെയ്യണം? അതിനറിയോ?
തീയുടെ ബലം ചൂടാണ്. ചൂട് പുറത്തോട്ട് പോകുന്നു. ഇതേ ചുമ്മാ ഭംഗിയായിട്ട് വായിച്ച് അങ്ങോട്ട് ഇരുന്ന് രസിച്ച് വായിക്കണം. ഒന്നാമത്തെ ശദ്രക്കിനെ പിടിച്ച് അങ്ങോട്ട് ഇട്ടപ്പോ കൊണ്ട് എന്നവനെ അഗ്നിതാരം ധരിപ്പിച്ചു. കാരണം ഫ്ലെയിം ഉണ്ട്, ചൂടിന് പുറത്തോട്ട് വരുന്നു. അവൻ വിചാരിച്ചില്ല ചൂട് പോരുമെന്ന്. ചൂടും ഫ്ലെയിമും കൂടെ ഒരുമിച്ച് ഇവൻ അറിയത്തുള്ളൂ. അതിനെ കൊണ്ടുവന്നവന് സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? ചൂടും ഫ്ലെയിമും കൂടെ ഒരുമിച്ച് ഇവൻ അറിയത്തുള്ളൂ. പക്ഷേ സ്വർഗത്തിലെ ദൈവം തന്റെ പൈതലിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഫ്ലെയിം, അതായത് ചൂടുണ്ടെന്ന് ബോധ്യപ്പെടുത്തും. പക്ഷേ യഥാർത്ഥ ചൂട് കൊണ്ടുവന്നവരെ ദഹിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ എഴുതിക്കുന്നേ, കൊണ്ടുവന്നവരെ അഗ്നിജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു. ഫ്ലെയിം ഉണ്ട്, ചൂട് പുറത്തോട്ട് വരുന്നു. ഇങ്ങനൊരു സംഭവം ഉണ്ടായത് ഓർമ്മയുണ്ടോ? മോശയുടെ അഗ്നി ഉൾപ്പടർപ്പ് കത്തുന്നതും അത് വെന്തു പോകാതിരിക്കുന്നതും സെയിം തിങ്, സെയിം തിങ്. He is God. He is God. He can do. Only He can do these things. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുന്നേ വിടുവിക്കാൻ കഴിയുന്ന ഒരു പ്രിയനുണ്ട്. മുമ്പേ പറഞ്ഞ ഒരു കാര്യം നിങ്ങളെ ഓർപ്പിക്കാൻ ഒരു വാക്ക് ഞാൻ ചോദിക്കാൻ പോകും. ദൈവങ്ങളെ 34 സങ്കീർത്തനത്തിലെ ഈ വിടുതലിനെ കുറിച്ചൊരു വാക്യം ഇതിപ്പോ വിടുതൽ നോക്കാൻ മതി. ഇവിടെ വിടുതലിനെ കുറിച്ച് പറയുമല്ലോ. ആർത്ത് എന്റെ മകളെ കാശ് ചാപ്പാട് തരാം, ശാന്തമായിരിക്കെ. യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും. സ്റ്റാർട്ടിംഗ് പ്രോഗ്രാം. യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി വിടിയിരിക്കും. ദൂതൻ സിംഗിളറാണ്, പാളയം ഇറങ്ങുന്നത് ബഹുവചനമാണ്. ആണോ? കൂറല. അതെങ്ങനെ സംഭവിക്കുന്നത്? അങ്ങനെ സംഭവിക്കുന്നു. ചരിത്രമുണ്ട്. ഒരു ദൂതൻ പാളയത്തിൽ 1,85,000 പേരെ നിഗ്രഹ ചരിത്രം ഈ പുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് ഒരു ദൂതൻ ഈക്വലന്റ് ടു 1,85,000. അങ്ങനെ ഒരു ദൂതനാണ് നമുക്ക് ഗാർഡിയൻ ഏഞ്ചലായിട്ട് ദൈവം തന്നിരിക്കുന്നത്. എന്നെ നോക്കുന്നു, ഉണ്ടോ എനിക്ക്? ഉണ്ടോ? തെളിവുണ്ടോ? ഒരു കൊണ്ടോ വന്നിരിക്കണോ? ആ ഗാർഡിയൻ ഏഞ്ചൽ ഉള്ളത് കൊണ്ടാണ് ഈ മുഖത്തിന്റെ ഷേപ്പ് മാറാതെ വന്നിരിക്കുന്നത്. എല്ലാവരും എന്നെ നോക്കുന്ന ആ ഗാർഡിയൻ ഏഞ്ചൽ എന്ന് കാട്ടിക്കൊടുക്കാൻ. ഇബ്രാഹിം ലേഖനം എടുത്ത്, ഇബ്രാഹിം ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ വായിച്ചാണ്. നിനക്ക് മാത്രം വേണം. അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്കായി അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? ആരൊക്കെയും? ദൂതന്മാരൊക്കെയും. അവിടെ വിശദീകരിക്കേണ്ട ഒരു വാക്കുണ്ട്. അവരൊക്കെയും. അടുത്തത് രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്കായി. രക്ഷിക്കപ്പെട്ടവരുടെ എന്നല്ല, രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ. അവിടെയാണ് വിശദീകരിക്കേണ്ടത്. ഏത് വിശദീകരിക്കണം? പ്രാപിപ്പാനുള്ള, രക്ഷ പ്രാപിപ്പാനുള്ള. രക്ഷ എന്ന വിഷയം വളരെ ഗഹനമായ വിഷയമാണ്. ന്യൂ ടെസ്റ്റ്മെന്റ് തിയോളജി നമ്മുടെ ഡോക്ടർ കൊച്ചമ്മ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ആ ന്യൂ ടെസ്റ്റ്മെന്റിലെ തിയോളജി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചാൽ അങ്ങനെ അത്രയും ശരിയാകത്തില്ല. ഞാൻ അത് സിസ്റ്റമാറ്റിക്കലി ഒന്നും പഠിച്ചിട്ടുള്ള ആളൊന്നുമല്ല. എന്നാൽ ദൈവാത്മാവ് എന്നെ പഠിപ്പിച്ച ഒത്തിരി സത്യങ്ങളുണ്ട്. രക്ഷയ്ക്ക് 3 നാലങ്ങളുണ്ട്. 3 രക്ഷയിൽ ഒരു രക്ഷയുള്ളൂ. ബൈ ദ ഗ്രേസ് ഓഫ് വി ആർ സേവ്ഡ്. കൃപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. That is our first experience. 1962 ഞാൻ ദൈവകൃപയിലായി രക്ഷിക്കപ്പെട്ടു. യേശുവിന്റെ രക്ഷകൻ കർത്താവുമായി കൊമ്പങ്കേരിയിലെ കൺവെൻഷനിൽ വെച്ച് സമർപ്പിച്ചതാണ്. എന്റെ രക്ഷയുടെ അനുഭവത്തിൽ ഞാൻ പ്രവേശിച്ചത് അന്നാണ്. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞുള്ള എന്റെ കാലം ഞാൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, രക്ഷയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്, നാദോറും വളർന്നുകൊണ്ടിരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ താത്വികമായി അവതരിപ്പിച്ചിട്ടുണ്ട്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആദ്യത്തെ പടിയാണ്. രക്ഷയുടെ ഇന്നലത്തെ അനുഭവം
രക്ഷിക്കപ്പെട്ട കാലത്തെ അനുഭവം. അത് കഴിഞ്ഞ് വിശ്വാസത്താൽ we just enter into the grace of God. നമ്മൾ ദൈവകൃപയിലേക്ക് പ്രവേശിച്ചു. എന്നിട്ട് ദൈവകൃപയിൽ നാൾതോറും പുതുക്കം പ്രാപിച്ച് ആത്മനിറവിൽ വിശുദ്ധ ജീവിതം നയിക്കുന്ന വർത്തമാനകാല രക്ഷയുടെ അനുഭവമുണ്ട്. അതിന്റെ പേരാണ് എന്നും രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇന്നലെ അനുഭവം കഴിഞ്ഞു. By the grace of God, I am got saved. I am saved from the wretched sinful condition. He died on the cross for my sin. ഞാൻ വിശ്വസിച്ചു. He has forgiven all my past sin. അവൻ രക്തത്താൽ എനിക്ക് ശുദ്ധീകരണം കിട്ടി. ഞാനൊരു ദൈവവൈദ്യനായി തീർന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവവൈദ്യനായി തീർന്നിരിക്കുന്നു. അങ്ങോട്ട് മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ അനുഭവത്തിന്റെ പേരാണ് വിശുദ്ധിയുടെ യാത്ര. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത് വിശുദ്ധിയെ അത് രക്ഷയുടെ വർത്തമാനകാല അനുഭവമാണ്. വിശുദ്ധിയുടെ അനുഭവം. ആ വിശുദ്ധിയിൽ നമ്മെ സൂക്ഷിക്കുന്ന ആരാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അവൻ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. We are sealed by the Holy Spirit എന്ന് എഫേസ്യർ ലേഖനം 4-30 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. വീണ്ടെടുപ്പ് നാളിന്റെ മുദ്ര ഇട്ടിരിക്കുകയാണ്. ആ മുദ്ര ഓരോ ദിവസവും കൃപയിൽ നമ്മളെ വളർത്തി ഇങ്ങനെ കൊണ്ടുപോകാണ്. ഒരു ദിവസമുണ്ട് രക്ഷയുടെ പൂർണ്ണത. ദൈവത്തിന് സ്തോത്രം. ആ രക്ഷയുടെ പൂർണ്ണത തേടുന്ന ആ അനുഭവത്തിലായിരിക്കുന്ന തന്റെ മക്കളെ ഗാർഡ് ചെയ്യുവാൻ സ്വർഗം അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഒരു ഗാർഡിയൻ ഏഞ്ചലാണ് അവിടെ പരാമർശിച്ചിരിക്കുന്നത്. അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്കായി അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? സ്തോത്രം. എന്തോ പദവിയാണ് നമ്മുടേത്. ആശ്രയിക്കുന്നവർക്ക് വിടുതലുണ്ട്. ആശ്രയിക്കുന്നവരെ അവൻ വിടുവിക്കും. ഈ 4 പോയിന്റ് പറഞ്ഞാൽ ശരിയാണ്. ഒന്നും എത്താത്തടത്ത് പറയാൻ എനിക്ക് താല്പര്യമില്ല. 3 പറഞ്ഞത് മതി. എന്താണ് 3 പേര് ഉറങ്ങിയിട്ട് ചോദിക്കാൻ പോയില്ല. എല്ലാവരും രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ് വന്നിരിക്കുന്നത്. എല്ലാവരും രക്ഷയുടെ പൂർണ്ണ തേടുന്നവരാണ് നിങ്ങൾ. എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാനായിട്ട് സാധിക്കും? എന്റെ ആശ്രയം എന്റെ ആശ്രയം യേശു. എന്റെ ആശ്രയം പൂർണ്ണമായി ലോകപ്രകാരം എനിക്ക് ലഭ്യമായിരിക്കുന്ന വസ്തുമയമായതൊന്നും എന്റെ ആശ്രയം അല്ല. അതൊന്നും കളയണ്ട. അതൊക്കെ മൈൻഡ് സെറ്റ് ആണിത്. ഐ ഹാവ് എവറിത്തിങ് ഓൺ ദിസ് പ്ലാനറ്റ്. ലെറ്റ് ഇറ്റ് ബി ദേർ. അതൊക്കെ നമുക്ക് അനുഭവിക്കാൻ വന്നിരിക്കുന്നതാണ്. പക്ഷെ ആശ്രയം എവിടെയല്ല. ആശ്രയം എവിടെയാണ്? ഇവയെല്ലാം തന്ന ഗിവറിലാണ്, തന്ന ദാതാവിലാണ് എന്റെ ആശ്രയം. നമുക്ക് ഒരുമിച്ച് പറയാം. എന്റെ ജീവന്റെ ഉടയവനെ, എന്റെ രക്ഷകനെ, എന്റെ വീണ്ടെടുപ്പുകാരനെ, അങ്ങയുടെ പൊൻപതന ശോഭ കാണാൻ എന്റെ ഉള്ളിൽ ആഗ്രഹിക്കുകയാണ്. ഇതാ ഒരിക്കൽ കൂടെ ഈ കൊച്ചു ജീവിതത്തിന്റെ ശിഷ്ടയായുസ് അങ്ങയുടെ കൈകളിൽ ഞാൻ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. അങ്ങയിൽ ആശ്രയിക്കുന്നു. എന്റെ കുറവിന് ക്ഷമിക്കണം. സമ്പൂർണ്ണമായി വിധേയപ്പെടുന്നു. ഐ ആം yielding myself and submitting my life, the rest of my life. ഞാൻ നിന്നോട് കൂടെ ചേർന്ന് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിത്യത വരെയും. സ്തോത്രം. ഈ ഉറപ്പുള്ള ദൈവമക്കളെ കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ട് ഹല്ലേലൂയ. നമുക്ക് സമർപ്പണത്തിന്റെ നിദർശനമായി എഴുന്നേറ്റ് നിന്ന് ഒരു ചരണം പാടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ആശ്രയം യേശുവിലെന്നറിഞ്ഞാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. എത്ര സൗഭാഗ്യം ഈ സ്ഥിതിയിൽ ഇല്ല മറ്റൊരു നിശ്ചയമാ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്ന തോരാത്ത കണ്ണീരിൽ
തന്ന തോരാത്ത കണ്ണീര് മണ്ണിലുള്ളൂ, മണ്ണിലുള്ളൂ. ആശ്രയം യേശുവേ എന്നതിനാൽ ആശ്വാസമെന്നിൽ തന്നതിനാൽ ആശ്രയിക്കുന്നവരുടെ ഭാഗ്യകരമായ അനുഭവത്തെ കുറിച്ച് ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഈ ലോകത്തിൽ ഞങ്ങൾക്കുള്ളതൊന്നും ഞങ്ങളുടെ ആശ്രയമല്ല. ഞങ്ങൾ ഒരുമിച്ച് പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾ ഒരുമിച്ച് സമ്മതിക്കുന്നു, ഒരുമിച്ച് അങ്ങയോട് പറയുന്നു. ഇനി ദേവാലയത്തിന്റെ അകത്തുനിന്ന് ഞങ്ങളുടെ നാഥനോട് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനോട് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നവരോട് പറയുന്നു, ഞങ്ങൾക്കായി സ്ഥലമൊരുക്കി വീണ്ടും വരുന്നവനോട് ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ ആശ്രയം അങ്ങ് തന്നെ. ഹല്ലേലൂയ. പലപ്പോഴും ഞങ്ങളുടെ മനസ്സ് അല്പം ചാഞ്ചല്യപ്പെട്ടു പോയിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നു. കുറവ് ക്ഷമിക്കണമേ. ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു കർത്താവേ. അദൃശ്യനായിരിക്കുന്ന അങ്ങ്, കൂടെ ഇരിക്കുന്ന അങ്ങ് ഞങ്ങളുടെ കരങ്ങൾക്ക് പിടിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സംഭവബഹുലമായിരിക്കുന്ന ലോകത്തിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അജ്ഞാതമായ ഭാവിയിൽ എന്ത് സംഭവിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു വ്യക്തതയില്ല കർത്താവേ. എന്നാൽ എന്ത് ഭവിച്ചാലും ഞങ്ങളുടെ കരങ്ങൾക്ക് പിടിക്കാൻ അരുമനാഥൻ കൂടെയുള്ളതിനാൽ സ്തോത്രം. അങ്ങയോടൊത്ത് ഈ ശിഷ്ടയായുസ്സ് തുടരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കൃപ നൽകണമേ, ഞങ്ങളെ അന്ന് ശക്തിപ്പെടുത്തണമേ. മശിഹായുടെ നാമത്തിലുള്ള യാചന ദയവുണ്ടായി കേൾക്കണമേ. താങ്ക് യു വെരി മച്ച്. പ്ലീസ്